Hello dear students. അപ്പോൾ നിങ്ങൾ JEE Main എക്സാമിന് പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് പോകുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഏത് എക്സാം പ്രിപ്പറേഷൻ നടത്തുമ്പോഴും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നത് നല്ലതാണ് അല്ലേ? കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഏതൊക്കെ ഡിഫിക്കൽട്ടി ലെവൽസിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കൂടുതൽ സാധ്യതയെന്നൊക്കെ മനസ്സിലാക്കാം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള പോർഷൻ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ അപ്പോൾ അതൊക്കെ വിട്ടുപോകാതെ നമുക്ക് പഠിക്കാൻ നമ്മളെ സഹായിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഈ വർഷത്തെ JEE Mainൽ 25/1/2023 മോർണിംഗ് സെഷനിലെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അപ്പോൾ നമ്മൾ ഫിസിക്സിൽ പഠിക്കേണ്ട ചാപ്റ്ററുകളുടെ ഒക്കെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കഴിഞ്ഞ തവണത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കുക. നമുക്ക് കമ്പാരിറ്റീവ്ലി നമുക്കറിയാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ എക്സാം നോക്കുവാണെങ്കിലും കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള എക്സാം ആയിരുന്നു. ഫിസിക്സിനെ സംബന്ധിച്ചുള്ള വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഈ അടുത്ത വർഷങ്ങളിലായിട്ട് പൊതുവേ JEE Mainലെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. പക്ഷെ നമുക്ക് അടുത്ത വർഷം അങ്ങനെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം കൊറോണയ്ക്കൊക്കെ മുമ്പ് JEE Mainൻ്റെ നല്ല എക്സാമുകളൊക്കെ നല്ല ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ മനസ്സിൽ കണ്ടിട്ടൊന്ന് പ്രിപ്പറേഷൻ നടക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: electron beam used in an electron microscope when accelerated by a voltage of 20 kilovolt has a de Broglie wavelength of lambda 0. If the wavelength is increased to 40 kilovolt, then the de Broglie wavelength associated with the electron beam would be. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺ യൂസ് ചെയ്യുന്ന നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് റിസോൾവിങ് പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഇലക്ട്രോണിന് വേവ് നേച്ചറുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോണിനോട് അസോസിയേറ്റ് ചെയ്ത വേവിൻ്റെ വേവ് ലെങ്ത് നോർമൽ വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. റിസോൾവിങ് പവർ ഓഫ് മൈക്രോസ്കോപ്പ് 1/λ പ്രപ്പോർഷനാണ്. അപ്പോൾ ഇതിനെ റിസോൾവിങ് പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് വിസിബിൾ ലൈറ്റ്. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്കതിൻ്റെ ഇൻഫർമേഷൻ ഒന്നും തൽക്കാലം ആവശ്യമില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആദ്യം 20 ആണത്. 40 ആകുമ്പോൾ വേവ് ലെങ്ത് എത്രയാവുമെന്നാണ് ചോദ്യം. അപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ലാംഡ ഈസ് ഈക്വൽ ടു h/mv. ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ലാംഡ ഈസ് h/ മൊമെൻറ്റം m/v ആണ്. അപ്പം m/vക്ക് നമുക്ക് മൊമെൻറ്റത്തിന് കൈനറ്റിക് എനർജിയുടെ ടേംസിലോട്ട് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ √2m കൈനറ്റിക് എനർജി. ഇഫ് k ഈസ് കൈനറ്റിക് എനർജി ദെൻ മൊമെൻറ്റം p ഈസ് ഈക്വൽ √2m k നമുക്കറിയാം. ഹിയർ ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് v. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ദി ഇലക്ട്രോൺ എന്ന് പറയുന്നത് I/v ആണ്. ഇഫ് v ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ വിച്ച് ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റഡ്, അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് E/v കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അപ്പോൾ കൈനറ്റിക് എനർജിക്ക് പകരം E/v കൊടുക്കാം. അപ്പോൾ അതൊക്കെ രണ്ട് കേസിലും ഇലക്ട്രോൺ ആണ്. അപ്പോൾ മാസിന് മാറ്റമില്ല, ചാർജിന് മാറ്റമില്ല. അപ്പോൾ ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/√v വരും. Therefore λ/λ0 ഇനിഷ്യൽ വേവ് ലെങ്ത് λ0 എന്നുണ്ട്. രണ്ടാമത്തെ വേവ് ലെങ്ത് നമുക്ക് ലാംഡ എന്ന് എടുത്തു. അപ്പോൾ λ/λ0 ഈസ് v0 divided by v. v0 is 20 and v is 40. That is equal to 1/√2. Therefore lambda is equal to λ0 divided by √2. So our answer is option 4. So λ0 by our √2 is the correct answer. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിത് എഴുതിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ലാംഡ പ്രപ്പോർഷനിൽ 1/√v എന്ന് നമുക്കറിയാം. അപ്പോൾ v ഇവിടെ ഡബിൾ ആയി. അപ്പോൾ ലാംഡയുടെ വാല്യൂ 1/√2 ടൈംസ് ആവും. നമ്മൾ എഴുതാതെ തന്നെ ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ അല്ലേ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ an object of mass 8 kg is hanging from one end of a uniform rod CD of mass 2 kg and length 1 meter pivoted at its end C on a vertical wall as shown in figure. It is supported by a cable AB such that the system is in equilibrium. The tension in the cable is. ഇത്രയുള്ളൊരു വെർട്ടിക്കൽ വാളിൽ നമ്മളൊരു റോഡ് ഹൊറിസോണ്ടലി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇക്വലിബ്രിയം കണ്ടീഷൻ. അപ്പോൾ ഇക്വലിബ്രിയത്തിൽ നമുക്കറിയാം നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. അപ്പോൾ നെറ്റ് ടോർക്കും 0 ആയിരിക്കണം അല്ലെ? ഏത് സിസ്റ്റം ആണെങ്കിലും വെറുതെ ഇക്വലിബ്രിയം എന്ന് പറഞ്ഞാൽ അത് മെക്കാനിക്കൽ ഇക്വലിബ്രിയം ഓർ കംപ്ലീറ്റ് ഇക്വലിബ്രിയം ആണ്. അപ്പോൾ നെറ്റ് ഫോഴ്സും നെറ്റ് ടോർക്കും 0 ആയിരിക്കണം. നമുക്ക് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു 8 kg മാസ് റൈറ്റ് എൻഡിൽ നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ വെയിറ്റിന് ഈക്വൽ ആണ്. അപ്പോൾ സ്ട്രിങ്ങിലെ ടെൻഷൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ വരും. അപ്പോൾ അത് 8 kg ആകുമ്പം 8 × G അത് 80 N വരും. mg ആണ് ടെൻഷൻ വരുന്നത് നമുക്കറിയാം.
കാരണം ഈ 8 കിലോഗ്രാം ഈസിന് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അതിൻ്റെ വെയിറ്റിന് ഇവിടുത്തെ ടെൻഷൻ ബാലൻസ് ചെയ്യണം നമുക്കറിയാം. അപ്പോൾ ആ സ്ട്രിങ്ങിലെ ടെൻഷൻ 80 ന്യൂട്ടൺ അതിനെ താഴേക്ക് വലിക്കും. പിന്നെ നമുക്കറിയാം ഈ സ്ട്രിങ്ങിലൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സ്ട്രിങ്ങിലെ ടെൻഷൻ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്തിന് പാരലാണ്. അപ്പോൾ അത് T എന്ന് വിചാരിക്കാം. അപ്പോൾ അത് നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യൽ, ഒന്ന് വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിൽ വരും, ഒന്ന് ഹൊറിസോണ്ടലി ടുവേർഡ്സ് ലെഫ്റ്റ് വരും. അപ്പോൾ ഇത് 30 ആകുമ്പോൾ നമുക്കറിയാം ഇത് T ഇൻറ്റു സൈൻ 30 വരും. സൈൻ 30 1/2 ആണ്, അപ്പോൾ അത് T/2 ആണ്. അപ്പോൾ ഇത് T കോസ് 30 വരും. ഇനി അടുത്ത നമ്മളോട് പറഞ്ഞിട്ടുള്ള യൂണിഫോം റോഡ് ഓഫ് മാസ് 2 കിലോഗ്രാം. അപ്പോൾ അതിൻ്റെ വെയിറ്റ് സെൻറ്റർ ഓഫ് മാസിൽ കൂടെ ആക്ട് ചെയ്യുമല്ലോ. അപ്പോൾ അടുത്ത ഈ റോഡിൻ്റെ വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അടുത്ത വെയിറ്റ് സെൻറ്റർ ഓഫ് മാസിൽ കൂടെ ഡൗൺവേർഡ് ആക്ട് ചെയ്യും. മാസ് ഓഫ് ദി റോഡ് 2 കിലോഗ്രാം ആണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് 20 ന്യൂട്ടൺ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഡൗൺവേർഡ് ആക്ട് ചെയ്യും. സെൻറ്റർ യൂണിഫോം റോഡ് ആയതുകൊണ്ട് ഇവിടുന്ന് 50 സെൻറ്റിമീറ്ററിൽ കൂടെയാണ് തീർച്ചയായിട്ടും വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ഈ ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ വോളിൽ നിന്ന് ഇവിടെ തീർച്ചയായിട്ടും നോർമൽ ഫോഴ്സും കിട്ടും, ടാൻജൻഷ്യൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷനും കിട്ടും. നമ്മൾ തൽക്കാലം അതിനെക്കുറിച്ച് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സീക്ക് എബൌട്ട് ടോർക്ക് 0 ആക്കിയാൽ മതി. അപ്പോൾ ശ്രദ്ധിച്ചോണം, ആ വെർട്ടിക്കൽ വോളിൽ നിന്ന് നോർമൽ ഫോഴ്സും പിന്നെ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ടാവും. കാരണം അതവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ആ നോർമൽ ഫോഴ്സും ഫ്രിക്ഷനും തൽക്കാലം നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മൾ സീക്ക് എബൌട്ട് ടോർക്ക് ഇക്വേറ്റ് ചെയ്യുവാണ് 0 ആക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ നോർമൽ ഫോഴ്സും ഫ്രിക്ഷനും പ്രൊവൈഡ് ചെയ്യുന്ന ടോർക്ക് 0 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എളുപ്പമെന്ന് പറയുന്നത് ടോർക്ക് എബൌട്ട് പോയിന്റ് C 0 ആക്കുന്ന, ടോർക്ക് എബൌട്ട് പോയിന്റ് C ഷുഡ് ബി 0. നമുക്കറിയാം മെക്കാനിക്കൽ എക്വിലിബ്രിയം നെറ്റ് ഫോഴ്സ് ഓൺ ദി സിസ്റ്റം ഷുഡ് ബി 0. If net force on the system is 0, then torque is independent of the reference position. അപ്പോൾ നമ്മൾ ഏത് പോയിന്റിന് അബൌട്ട് ടോർക്ക് എടുത്താലും 0 വരണം. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് C എടുത്തതേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ സിക്ക് അബൌട്ട് ടോർക്ക് ഉണ്ടാക്കുന്നത് നമുക്കറിയാം. T cos 30 എടുത്താൽ അത് 0 ആണ്. കാരണം ഈ റോഡിൻ്റെ തിക്നെസ് അങ്ങ് നെഗ്ലക്ട് ചെയ്താൽ ഈ സിയിൽ കൂടെയാണ് T cos 30 പാസ് ചെയ്യുന്നത്. നമുക്കറിയാം റെഫറൻസ് പോയിന്റിലേക്കാണ് ഫോഴ്സ് ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് 0 ആണ്. പിന്നെ ആരൊക്കെയുണ്ട് ഇവിടെ? T/2 വെർട്ടിക്കലി അപ്വേർഡ് ഉണ്ട്, അത് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഈ 20 ന്യൂട്ടണും 80 ന്യൂട്ടണും ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം ഈ സിയിലെ റോഡ് ഫിക്സ് ചെയ്തെന്ന് വിചാരിച്ചാൽ ഇവിടെ നിന്ന് താഴേക്ക് വലിക്കുമ്പോൾ 20 ന്യൂട്ടൺ ഒരു ക്ലോക്ക് വൈസ് ടോർക്ക് ഉണ്ടാകും. ഇവിടെ നിന്ന് താഴേക്ക് വലിക്കുമ്പോൾ 80 ന്യൂട്ടണും ഒരു ക്ലോക്ക് വൈസ് ടോർക്ക് ഉണ്ടാകും. പക്ഷേ T/2 പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഇത്രേ ഉള്ളൂ. ടോർക്ക് ഡ്യൂ ടു T/2 is equal to torque due to 20 Newton plus torque due to 80 Newton, because 80 Newton and 20 Newton produces same direction torque ആണ്. T/2 പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് അതിന് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നെറ്റ് ടോർക്ക് 0 ആകണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കും ക്ലോക്ക് വൈസ് ടോർക്കും ഈക്വൽ ആയാൽ മതി. ശരിയല്ലേ? T/2 പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. T/2 റോഡിൻ്റെ ലെങ്തിന് പെർപെൻഡിക്കുലർ ആണ്. അവിടുന്ന് സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് 60 സെൻറ്റിമീറ്റർ. അപ്പോൾ ടോർക്ക് കാണാൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് T/2 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 60. നമ്മളിവിടെ സെൻറ്റിമീറ്ററിനെ മാറ്റേണ്ട ആവശ്യമില്ല, കാരണം എല്ലാത്തിലും സെൻറ്റിമീറ്റർ കോമൺ ആയിട്ട് വന്നോളൂ. പിന്നെ അടുത്തത് 20 ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോക്കിയാൽ ഇവിടെ 50 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 20 ഇൻറ്റു 50 പ്ലസ് അടുത്തത് ഫോഴ്സ് 80 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ റോഡിൻ്റെ ടോട്ടൽ ലെങ്ത് 60 പ്ലസ് 40 100 ന്യൂട്ടൺ വരും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ 60, ഇവിടെ നിന്ന് ഇവിടം വരെ 40 ആയിരിക്കും കേട്ടോ. അപ്പോൾ 60 പ്ലസ് 40 100 വരും. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്താൽ 60/2 നമുക്ക് 30 വരും. അപ്പോൾ ഒരു 10 കോമൺ ആയതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 3T ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 200 പ്ലസ് 800 900 വരും. സോ T ഈസ് ഈക്വൽ ടു 300 ന്യൂട്ടൺ വരും. അപ്പോൾ നമുക്ക് ടെൻഷൻ ഓൺ ദി റോഡ് കണ്ടാൽ മതി. അപ്പോൾ നമ്മുടെ ആൻസറായി ആൻസർ ഓപ്ഷൻ 3 ആണ്, 300 ന്യൂട്ടൺ. മനസ്സിലായല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമ്മൾ സാധാരണ റെഗുലറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് അല്ലേ? നമ്മൾ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിലെ കാർനോട്ട് എഞ്ചിൻ്റെ ഒക്കെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന. എ കാർനോട്ട് എഞ്ചിൻ വിത്ത് എഫിഷ്യൻസി 50% takes heat from a source at 600 Kelvin. In order to increase the efficiency to 70%, keeping the temperature of the sink same, the new temperature of the source will be. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് T2/T1. അപ്പോൾ T2 is the temperature of the sink and T1 is the temperature of the source. Initially efficiency is 50%, that is eta is 50/100.5. That is 1 minus T2 നമുക്ക് തന്നിട്ടില്ല, T1 ഉണ്ട് 600.
Therefore, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ T2 by 600 is equal to 1 minus 0.5, 0.5 വരും. Therefore, T2 is equal to 0.5 into 600, that is 300 Kelvin വരും. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദി സിങ്ക് നമുക്ക് കിട്ടി 300 കെൽവിനാണ്. ഇനി അത് മാറ്റാതെ എഫിഷ്യൻസി 70% ആക്കണമെങ്കിൽ T1 കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. എഫിഷ്യൻസി ഈറ്റ 70% ആണ്, അപ്പോൾ അത് 0.7 വരും. ദാറ്റ് ഇസ് 1 മൈനസ് T2 നമുക്ക് 300 എന്നറിയാം. T1ൻ്റെ പുതിയ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിങ്ങോട്ട് കൊണ്ടുവന്നാൽ 300 by T1 is equal to 1 minus 0.7, that is 0.3 വരും. Therefore, T1 is equal to 300 divided by 0.3, that is 1000 Kelvin വരും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1000 Kelvin ആണ്. ഓപ്ഷൻ 2 വരും. അപ്പോൾ അത് നമുക്ക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഡയറക്റ്റ് അറിയാവുന്നതാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്തതും നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ റെഗുലർ ആയിട്ട് നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനിലൊക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. ഗ്രാവിറ്റേഷനും ഓസിലേഷനും കൂടെ ഒരു കമ്പൈൻഡ് ക്വസ്റ്റ്യനാണ്. T is the time period of simple pendulum on the air surface. Its time period becomes x into t when taken to a height r equal to air's radius above the air surface. Then the value of x will be. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡലത്തിനെ ഒരു എക്സ് ഹൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ അതിൻ്റെ ടൈം പീരീഡിൻ്റെ റിലേഷനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡലത്തിൻ്റെ ഇക്വേഷൻ 2π√L/g എന്നാണ്. Therefore, T proportional to 1/√g. ഇവിടെ എല്ലാ സിമ്പിൾ പെൻഡലത്തിൻ്റെ ലെങ്ത് സെയിം ആണ്, മാറ്റമില്ല. നമുക്കറിയാം എച്ച് ഹൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് മാറുന്നത്. അപ്പോൾ നമുക്ക് ടൈം പീരീഡിൻ്റെ റിലേഷൻ എടുക്കുമ്പോൾ ടൈം പീരീഡ് അറ്റ് ഹൈറ്റ് എച്ച് ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് അറ്റ് സർഫസ് 1/√g പ്രപ്പോർഷണൽ ആയതുകൊണ്ട് ജി അറ്റ് സർഫസ് ഡിവൈഡഡ് ബൈ ജി അറ്റ് ഹൈറ്റ് വരും. സർഫസിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം gm/r² ആണ്. എച്ച് ഹൈറ്റിലെ നമുക്കറിയാം gm/r+h² ആണ്. അപ്പോൾ gm ക്യാൻസൽ ആയി പോക്കോളും. r+h² ഡിവൈഡ് ബൈ r²ൻ്റെ റൂട്ട്, അപ്പോൾ സ്ക്വയറും റൂട്ടും കൂടെ ക്യാൻസൽ ആയി പോക്കോളും. സോ r+h ഡിവൈഡ് ബൈ r വരും. ഇനി നോക്കാം, നമുക്ക് എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? ടേക്കിൻ്റെ ഹൈറ്റ് r, വേർ r ഈസ് റേഡിയസ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എച്ച് നമുക്ക് r ആണ്. അപ്പോൾ r+r 2r ഡിവൈഡ് ബൈ r വരും. അപ്പോൾ 2r/r 2 ക്യാൻസൽ ആയി പോയി. Therefore, t at height h is equal to 2 times ടൈം പീരീഡ് അറ്റ് ദി സർഫസ്. അത് ടി എന്നതാണ് നിൽക്കുന്നത്. അപ്പോൾ അത് എക്സ് ഇൻ ടു ടി ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ടി അറ്റ് ഹൈറ്റ് എച്ച് ഡിവൈഡ് ബൈ ടി സർഫസ് ഈസ് ഈക്വൽ ടു r+h ഡിവൈഡ് ബൈ r. അപ്പോൾ ഏതായാലും നമുക്കറിയാം ഹൈറ്റ് കൂടുന്തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അപ്പോൾ ടൈം പീരീഡ് കൂടും. അപ്പോൾ ഓപ്ഷൻ 3ഉം 4ഉം ഏതായാലും തെറ്റാന്നൊക്കെ കാണുമ്പോഴേ മനസ്സിലാക്കാം. ടൈം പീരീഡ് കുറയത്തില്ല, ഹൈറ്റിലേക്ക് പോകും തോറും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത 5th ക്വസ്റ്റ്യൻ. അസ്യൂം ദാറ്റ് എർത്ത് ഈസ് എ സോളിഡ് സ്പിയർ ഓഫ് യൂണിഫോം ഡെൻസിറ്റി ആൻഡ് എ ടണൽ ഈസ് ഡഗ് along its diameter throughout the earth. It is found that when a particle is released from in this tunnel, it executes simple harmonic motion. The mass of the particle is 100 gram. Time period of the motion of the particle will be. അപ്പോൾ നമുക്ക് സാധാരണ റെഗുലറായിട്ട് നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറൊക്കെ അറിയാമായിരിക്കും. ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എർത്തിൻ്റെ യൂണിഫോം ഡെൻസിറ്റിയാണ്, അതിൻ്റെ ഡയമീറ്ററിൽ കൂടെ ഒരു നമ്മൾ ടണൽ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എർത്തിൻ്റെ ഡയമീറ്ററിൽ കൂടെ ഒരു ടണൽ നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് ആ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്തു? എർത്തിൻ്റെ സർഫസിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്തു. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് റിലീസ് ചെയ്തു. അപ്പോൾ റിലീസ് ചെയ്തിട്ട് ഈ പാർട്ടിക്കിൾ ഇവിടെ എവിടെയെങ്കിലും വന്നെന്ന് വിചാരിക്കാം. അപ്പോൾ അത് എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നൊരു r ഡിസ്റ്റൻസിലാണ്. അപ്പോൾ നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ ആക്സലറേഷൻ a is equal to g ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇൻസൈഡിൽ r ഡിസ്റ്റൻസിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അത് തന്നെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് gm/r³ ഇൻറ്റു സ്മോൾ r വരും. ഇനി അത് ആറിൻ്റെ ഓപ്പോസിറ്റ്, ആറ് നമ്മൾ മെയിൻ പൊസിഷൻ ടു അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത് ആണ്. അവിടെ ആക്സലേഷൻ 0 ആണ്. സെൻറ്റർ ഓഫ് ദി എർത്തിൽ ആക്സലേഷൻ കൊണ്ട് ഗ്രാവിറ്റി 0, അതാണ് മെയിൻ പൊസിഷൻ. അപ്പോൾ ആ മെയിൻ പൊസിഷനിൽ നിന്നാണ് നമ്മൾ ആറ് മെഷർ ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതുകൊണ്ടാണ് നമ്മൾ മൈനസ് സൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആക്സലേഷൻ a is equal to -ω² r ആണ്. അപ്പോൾ ω² പകരം gm/r³ ആണ്. അപ്പോൾ ω is √g M/r³.
Here M is the mass of the earth. അപ്പോൾ നമുക്ക് mass of the object നോക്കേണ്ട ആവശ്യമില്ല. Here M is the mass of the earth ആണ്. അപ്പോൾ നമുക്കറിയാം gm/r² എന്ന് പറയുന്ന സ്മോൾ g ആണല്ലോ. അപ്പോൾ root of g by r വരും. അപ്പോൾ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ 2π root of r by g. അപ്പോൾ ടൈം പീരീഡ് 2π by omega ആണ് 2π root of r by g. R radius of the earth 6400 kilogram. G യുടെ വാല്യൂ 10 നമുക്കറിയാം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 1.4 അവർ എന്ന് കിട്ടും. അതൊക്കെ നമുക്ക് അറിയാമായിരിക്കും. 1.4 അവർ എന്ന് പറയുമ്പോൾ അത് 1 hour 24 minutes ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. 1 hour 24 minutes. അപ്പോൾ അത് 2π root of capital R by G നമുക്ക് ഡയറക്റ്റ് അറിയാവുന്നതായിരിക്കും 1.4 അവർ എന്ന്. അപ്പോൾ പിന്നെ കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആൻസർ കാണുമ്പോൾ തന്നെ എഴുതാം. For the sixth question, a car travels at a distance of x with the speed of v1 and the same distance x with the speed of v2 in the same direction. The average speed of the car is. അപ്പോൾ ഞാൻ അതിൻ്റെ ഡെറിവേഷനിലേക്ക് ഒന്നും പോകുന്നില്ല, നമുക്ക് അറിയാവുന്നതാണ്. 2 equal distances traveled with the different speeds. v1 v2 ആണെങ്കിൽ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്തുവാ? 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം നോർമൽ സിറ്റുവേഷനിൽ JEE Main ഒന്നും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാത്തതാണ്. അപ്പോൾ അതിന് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം പലതവണ നമ്മൾ 1 ഡയമെൻഷണൽ മോഷനിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. For the parallel plate capacitor has an area 40 cm² and plate separation 2 mm. The space between the plates is filled with a dielectric medium of thickness 1 mm and a dielectric constant 5. The capacitance of the system is. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വലിയ പാടൊന്നുമില്ല അല്ലേ? കാരണം നമ്മളൊരു കപ്പാസിറ്റർ എടുത്തിട്ട് അതിൻ്റെ തിക്നെസ് ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പോൾ ഡയലക്ട്രിക് മീഡിയം ഒക്കെ ആഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ഒരു കപ്പാസിറ്റർ നമ്മളെടുത്തു, അപ്പോൾ അതിൻ്റെ സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് 2 mm ആണ്. പക്ഷേ അതിലെ 1 mm, അതായത് പകുതി തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? ഡയലക്ട്രിക് മീഡിയം ഓഫ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K ആഡ് ചെയ്തു. ബാക്കിയുള്ള റീജിയനിൽ എന്തുമായിരിക്കും? എയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ എയർ ആണ്, അപ്പോൾ അത് 1 mm ആണ്. നമുക്ക് ആ 1 mm ഒരു D എന്നങ്ങ് തൽക്കാലം വിളിക്കാം. അപ്പോൾ ഇവിടെ K ഡയലക്ട്രിക് കോൺസ്റ്റന്റിലുള്ള മീഡിയം ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് തിക്നെസ് ഡിവൈഡ് ചെയ്തിട്ട് ഡയലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ, അപ്പോൾ അതിന് 2 കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് എടുത്താൽ they are in സീരീസ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് കപ്പാസിറ്റൻസ് C1, ഇത് C2. ആ C1 C2 കണ്ടുപിടിച്ചാൽ അത് സീരീസ് കോമ്പിനേഷനിലാണ്. അപ്പോൾ നമുക്ക് 1/C is equal to 1/C1 plus 1/C2 എന്ന് എടുക്കാം. അപ്പോൾ C1 എടുക്കുമ്പോൾ നോക്കിയും ഇവിടെ K ഡയലക്ട്രിക് കോൺസ്റ്റന്റിലുള്ള മീഡിയം ആണെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം K∈0 A/D ആണ്. അപ്പോൾ C1ന് പകരം K∈0 A/D എന്ന് കൊടുക്കാം. അപ്പോൾ D എന്ന് പറയുന്നത് നമ്മൾ ഹാഫ് ഓഫ് ദി സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്, അതായത് 1 mm ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പ്ലസ് C2 എന്ന് പറയുന്നത് ഇവിടെ എയർ ആകുമ്പോൾ നമുക്കറിയാം സിംപ്ലി ∈0 A/D വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു D/∈0 A കോമൺ ആയിട്ട് എടുക്കാം. ഇതിൻ്റെ 1/K + 1 വരും. Kയുടെ വാല്യൂ നമുക്ക് 5 തന്നിട്ടുണ്ട്, അപ്പോൾ 1/5 + 1 വരും. That is equal to D/∈0 A into 6/5 വരും. ഇത് 1/C. അപ്പോൾ കപ്പാസിറ്റൻസ് കാണാൻ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ C is equal to 5∈0 A/6D വരും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓപ്ഷനിലെല്ലാം ∈0 അതേപോലെ തന്നെയാണ്, വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. ഏരിയ ഓഫ് ദി കപ്പാസിറ്റർ പ്ലേറ്റ്സ് 40 cm² ആണ്. അപ്പോൾ 40 into cm²നെ m² ആക്കുമ്പോൾ 10⁻⁻4 വരും. 6 into, അപ്പോൾ D എത്രയാണെന്ന് നോക്കിയാൽ 1 mm ആണ്. മില്ലിമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ 10⁻⁻3 വരും. അപ്പോൾ അതിൽ നമുക്ക് സിംപിളി ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ? ഇവിടെ 10⁻⁻4 10⁻⁻3 പോയാൽ മുകളിലൊരു 10⁻⁻1 വരുമായിരുന്നു. അപ്പോൾ ആ 10⁻⁻1 ഒരു 10ഉം കൂടെ ക്യാൻസലായി പോകും. അപ്പോൾ നമുക്കിവിടെ 4/6നെ നമുക്ക് 2/3 എന്ന് എഴുതാം. 5 into 2 10 വരും. അപ്പോൾ 10∈0 ഡിവൈഡഡ് ബൈ 3 ഫാരഡ് വരും. അപ്പോൾ യൂണിറ്റ് ഫാരഡ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. 10/3 ∈0 ഫാരഡ്. ശരിയല്ല? അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 കപ്പാസിറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് സീരീസ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ 1/C = 1/C1 + 1/C2 ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് മോളിക്യൂൾസ് ഓഫ് ഗ്യാസസ്. അത് നമുക്ക് സിമ്പിൾ ആണ്. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓർ RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. √3 kT/m. If m is the mass of one molecule
and K is the Boltzmann's constant. Then RMS speed is the root of 3 kt by m. Therefore, RMS speed is directly proportional to root of t. അപ്പോൾ proportional square of temperature t square തെറ്റാണ്. Inversely proportional square root of temperature തെറ്റാണ്. Proportional to square root of temperature ശരിയാണ്. Proportional temperature തെറ്റാണ്. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. RMS സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് സ്പീഡ്, മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എല്ലാം ടെമ്പറേച്ചറുമായിട്ട് റൂട്ട് ഓഫ് ടിക്ക് പ്രപ്പോർഷനാണ് നമുക്കറിയാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ അടുത്ത 9th ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം സർഫസ് ടെൻഷൻ എടുക്കാം. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഫോഴ്സ് ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് അറിയാലോ, മാസ് ഇൻറ്റു ആക്സലേഷൻ. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ മീറ്റർ വരും. അപ്പോൾ കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ വരും. അപ്പോൾ എയുടെ ആൻസർ കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ 4 വരും. അപ്പോൾ എയുടെ ആൻസർ 4 ആണ്. അപ്പോൾ എയുടെ ആൻസർ 4 ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്, 1ഉം 2ഉം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്തതിലേക്കും പോകണം. ഇനി ബി 2 കേസിലും സെയിം ആണ്, 3 ആണ്. അപ്പോൾ അത് ചെയ്യണമെന്നില്ല. നമ്മൾ പ്രഷർ എന്ന് പറയുന്ന ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ വരും. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ബിയുടെ ആൻസർ 2ലും 3 ആണ്, ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സി വിസ്കോസിറ്റി. അപ്പോൾ നമ്മൾ തൽക്കാലം ചെയ്യണമെന്നില്ല, കാരണം ഡി ആണ് നമുക്ക് എളുപ്പം, ഇമ്പൾസ് എളുപ്പമുണ്ട്. അപ്പോൾ ഇമ്പൾസ് എന്ന് പറയുന്നത് എന്തുവാ, ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ ഇമ്പൾസ് ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, ഇൻറ്റു സെക്കൻഡ് വരും. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് വരും. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഉള്ളത് ഏതാ, കിലോ 2. അപ്പോൾ ഡിയുടെ ആൻസർ ഓപ്ഷൻ 2 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ മനസ്സിലായി, ഏതാ ഓപ്ഷൻ 2 ആണ് വരുന്നത്. A4, B3, D2 എന്ന് മനസ്സിലാക്കി. അപ്പോൾ C1 ആയിരിക്കും, കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയാണ്. നമ്മൾ F = 6π RV എടുത്താൽ മതി. സ്റ്റോക്സ് ഫോർമുല അനുസരിച്ച് F = 6π RV. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. അപ്പോൾ അടുത്ത 10th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ആൻ LC ഓസിലേറ്റർ, ഇഫ് വാല്യൂസ് ഓഫ് ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ബിക്കം ട്വൈസ് and 8 times respectively, then the resonance frequency of oscillator becomes x times its initial resonant frequency omega 0. The value of x is. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, കാരണം റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഇപ്പോൾ റെസൊണൻസ് ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു 1/√LC. ആദ്യം റെസൊണൻസ് ഫ്രീക്വൻസി ഒമേഗ 0 എന്നാണ്. അപ്പോൾ ഒമേഗ 0 ഈസ് ഈക്വൽ 1/√LC. രണ്ടാമത് ഫ്രീക്വൻസി ഒമേഗ എന്ന് എടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം വരുത്തിയെന്ന് നോക്കിയും, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ബിക്കം ട്വൈസ് ആൻഡ് 8. ഇൻഡക്റ്റൻസ് ട്വൈസ് ആക്കി, അപ്പോൾ 2L വരും. കപ്പാസിറ്റൻസ് എത്രയാക്കി, 8 ടൈംസ് ആക്കി. 1/√2L × 8C വരും. അപ്പോൾ 8 × 2 16 വരുമല്ലോ, 16ന്റെ റൂട്ട് 4 ആണ്. 1/4√LC വരും. 1/√LC ഒമേഗ 0 ആണ്. അപ്പോൾ ഒമേഗ 0/4 വരും. അപ്പോൾ ഇത് എക്സ് ടൈംസ് ഇനിഷ്യൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എക്സ് എത്രയാണ്, അത് 1/4 ആണ്. ഒമേഗ ഈസിൽ 1/4 × ഒമേഗ 0 എന്നാണ് കിട്ടിയത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്, 1/4. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ അടുത്തത് 11th ചോദ്യം. ദ റേഷ്യോ ഓഫ് ദി ഡെൻസിറ്റി ഓഫ് ഓക്സിജൻ ന്യൂക്ലിയസ് OH16 ടു ഹീലിയം ന്യൂക്ലിയസ്. അത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, നമ്മൾ ഏത് ന്യൂക്ലിയസ് എടുത്താലും ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ഓൾമോസ്റ്റ് സെയിം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി മാസ് നമ്പർ. അപ്പോൾ അത് വളരെ ഹൈ ആണ്, 10⁻17 kg/m³ ഓർഡറിൽ വരും എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ്. അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് ന്യൂക്ലിയസ് എടുത്താലും ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ അടുത്ത 12th ചോദ്യം. മെസ്സേജ് സിഗ്നൽ ഓഫ് ഫ്രീക്വൻസി 5 kHz ഈസ് യൂസ്ഡ് ടു മോഡുലേറ്റ് എ കാരിയർ സിഗ്നൽ ഓഫ് ഫ്രീക്വൻസി 2 MHz. ദി ബാൻഡ്വിഡ്ത്ത് ഫോർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഈസ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് 2 times the മോഡുലേഷൻ ഫ്രീക്വൻസിയാണ്. അതായത് ഏത് സിഗ്നലാണോ നമ്മൾ സെൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഫ്രീക്വൻസിയാണ് FM. ആ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയുടെ ടൈസ് ആയിരിക്കും ബാൻഡ് വിഡ്ത്ത് എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ ആ ഫ്രീക്വൻസി ഓഫ് ദി സിഗ്നൽ എത്രയാണ്, 5 kHz. അപ്പോൾ 2 × 5 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 kHz.
അപ്പോൾ 10 കിലോ ഹെർട്സ് ആണ് ബാൻഡ് വിഡ്ത്ത് ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ നമുക്കറിയാം കമ്മ്യൂണിക്കേഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്ത 13ാമത്തെ ചോദ്യം. An electromagnetic wave is transporting energy in the negative z direction. At a certain point and certain time, the direction of electric field of the wave is along positive y direction. What will be the direction of the magnetic field of the wave at that point and instant? നമുക്കറിയാം നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ചെയ്യുന്ന റെഗുലറായിട്ട് JEE Main ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ, മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ റിലേഷൻ കണക്ട് ചെയ്തിട്ട് അത് നമുക്കറിയാം ഇവിടെ വേവ് പോകുന്നത് ഏതാണ്? Electromagnetic wave is transporting energy in the negative z direction. That means velocity of propagation of wave is along the negative z direction. അപ്പോൾ velocity is along minus k cap. Direction of electric field is positive y direction. So electric field is along positive y direction, that is along j cap. Then we have to find the direction of magnetic field. How can we find the direction of magnetic field? The simple principle is velocity of propagation of wave is along E cross B. That is a principle. If E is electric field, B is a magnetic field, then velocity is along the direction of E cross B. Velocity is along minus k cap. Therefore, we can write minus k cap is equal to electric field is along j cap cross n cap. If n cap is a unit vector along the magnetic field, then j cross n cap should be minus k cap. Then what is the answer? J cross I cap എത്രയാം? J cap cross I cap നമുക്കറിയാം മൈനസ് കെ ആണ് അല്ലേ. അപ്പോൾ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് എന്തോ വരുന്നത്? ഐ ക്യാപ്പാണ് വരുന്നത്. അപ്പോൾ എൻ ക്യാപ്പ് ഈസ് ഈക്വൽ ടു ഐ ക്യാപ്പ് വരും. അപ്പോൾ എൻ ക്യാപ്പ് ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അലോങ് ദി പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസിലാണ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ അതേപോലെ നമുക്കറിയാം ഇവിടെ ഓപ്ഷൻ കാണുമ്പോഴേ ഓപ്ഷൻ 2 തെറ്റാണ്, ഓപ്ഷൻ 4ഉം തെറ്റാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ്, വെലോസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഒരിക്കലും ഇസഡ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും വരത്തില്ല. കാരണം വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും ഇസഡ് ആക്സിസും വൈ ആക്സിസും ആണ്. അപ്പോൾ പിന്നെ 1 അല്ലെങ്കിൽ 3 വരത്തുള്ളൂ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ആൻസർ ഓപ്ഷൻ 1 കിട്ടും. അപ്പോൾ അടുത്ത യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, അതും നമുക്ക് സാധാരണ റെഗുലറായിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അല്ലെ. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, ദി പൊസിഷൻ ഓഫ് 5th ബ്രൈറ്റ് ഫ്രിഞ്ച് ഫ്രം ദി സെൻട്രൽ മാക്സിമം ഈസ് 5 centimeter. The distance between slits and the screen is 1 meter. And wavelength of used monochromatic light is 600 nanometer. The separation between the slits is. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. nth ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ പൊസിഷൻ n into lambda d by d ആണ്. n എന്ന് പറയുന്നത് എത്രാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണോ അതാണ്. ലാംഡ വേവ് ലെങ്ത്. ക്യാപിറ്റൽ ഡി ഇസ് സെപ്പറേഷൻ ബിറ്റ്വീൻ സ്ലിറ്റ്സ് ആൻഡ് ദ സ്ക്രീൻ ആണ്. സ്മോൾ ഡി എന്ന് പറയുന്ന വിഡ്ത്ത് ഓഫ് ദി സെപ്പറേഷൻ ബിറ്റ്വീൻ ദി സ്ലിറ്റ്സ് ആണ്. നമ്മൾ yn നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? ഫ്രിഞ്ച് ഫ്രം ദി സെൻട്രൽ മാക്സിമം ഈസ് 5 centimeter. അപ്പോൾ yn 5 centimeter ആണ്. അപ്പോൾ 5 into 10⁻². n എന്ന് പറയുന്ന 5th ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ്, 5 വരും. ലാംഡ 600 നാനോമീറ്റർ ആണ്. അപ്പോൾ 600 into 10⁻⁻6 വരും. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് 1 ആണ്, ഡിവൈഡഡ് ബൈ ഡി. അപ്പോൾ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് 10⁻², 10⁻⁻6 പോയിട്ട് 10⁻⁻4, 5 ക്യാൻസലായി പോയി. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു ഇവിടെ 600 into 10⁻⁻4 വരും അല്ലേ. 600 into 10⁻⁻4 അവിടെ നാനോമീറ്റർ ആണ് അല്ലേ. അപ്പോൾ നാനോമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മൈക്രോമീറ്റർ എടുത്തിട്ടാണ് ചെയ്തത് അല്ലേ. അപ്പോൾ നാനോമീറ്റർ ആണ്. അപ്പോൾ നാനോമീറ്റർ ആകുമ്പോൾ എന്താ വ്യത്യാസം? അവിടെ into 10⁻⁻9 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ -9 -2 പോയിട്ട് -7 ആണ് വരുന്നത്. അപ്പോൾ 600 into 10⁻⁻7 വരും. അപ്പോൾ 60 into 10⁻⁻6 എന്ന് എഴുതാം. അപ്പോൾ 60 into 10⁻⁻6 മീറ്റർ ഓർ 60 മൈക്രോമീറ്റർ എന്ന് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്, 60 മൈക്രോമീറ്റർ. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്തത് 15ാമത്തെ ചോദ്യം. അപ്പോൾ അവിടെ കോളം 1 കുറേ കറണ്ട് ക്യാരിങ് സോഴ്സസ്, കണ്ടക്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് O ആണ് ചോദ്യം. അപ്പോൾ ആദ്യം നോക്കുക, നമുക്കൊരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ കൂടെ കറണ്ട് വരുന്നു. പിന്നെ അവിടെ ഒരു സർക്കുലാർ ലൂപ്പിൽ കൂടെ പാസ് ചെയ്യുന്നു. വീണ്ടും ഒരു ഇൻഫിനിറ്റ് സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് പോകുന്നു.
അപ്പോൾ നമുക്കറിയാം ഈ കണ്ടക്ടറുകളുടെ എല്ലാം ഫ്രീ എൻഡ് എക്സ്റ്റെൻസ് അപ് ടു ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ പിന്നെ ഇവിടുന്ന് ഈ ഗ്യാപ്പ് വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ വെറുതെ അങ്ങ് അസ്യൂം ചെയ്യാം. നമ്മൾ ആ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുമ്പം ആ ഗ്യാപ്പ് വളരെ ചെറുതായതുകൊണ്ട് ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഡയറക്റ്റ് അങ്ങ് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലാണ് O എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് റേഡിയസ് R. അപ്പോൾ നമുക്കറിയാം ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ അതിൻ്റെ പൊസിഷനിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? അത് μ0I/2πr. അപ്പോൾ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ മാത്രം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0I/2πr. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നമ്മൾ കറണ്ട് റൈറ്റ് സൈഡിലേക്കാണ്. അപ്പം റൈറ്റ് ഹാൻഡ് പാം റൂളോ തമ്പ് റൂളോ യൂസ് ചെയ്താൽ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ് എടുത്തു, ഫിംഗേഴ്സ് ഫീൽഡ് കാണുന്ന പോയിന്റിലേക്ക് സ്ട്രെച്ച് ചെയ്തു. അപ്പോൾ പാമിന് പെർപെൻഡിക്കുലർ ആണ് മാഗ്നറ്റിക് ഫീൽഡ്, അത് ഔട്ട്വേർഡ് വരും. അപ്പോൾ μ0I/2πr ഔട്ട്വേർഡ്. ഇനി നമുക്കിവിടെ ഒരു സർക്കുലാർ ലൂപ്പും കൂടെ ഇടാം. ആ സർക്കുലാർ ലൂപ്പിൽ കൂടെ കറണ്ട് ക്ലോക്ക് വൈസാണ്. കറണ്ട് ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമുക്കറിയാം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ ഫിംഗേഴ്സ് കേൾ ചെയ്യുക. തമ്പിൻ്റെ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്, അത് ഇൻവേർഡ് വരും. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം μ0I/2r, അത് ഇൻവേർഡ്. അപ്പോൾ നോക്കിയേ, സ്ട്രെയിറ്റ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും ആ സർക്കുലാർ ലൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നെറ്റ് ഫീൽഡ് കാണാൻ രണ്ടിനും കൂടെ ഡിഫറൻസ് എടുത്താൽ മതി. ഒരു ഫീൽഡ് μ0I/2r മൈനസ് അടുത്തത് μ0I/2πr. മൈനസ് വരാൻ കാരണം എന്തുവാ? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് μ0I/2r അങ്ങ് എടുത്ത്, അല്ലെങ്കിൽ അതിനകത്തൊരു 2πr ആണ് അല്ലേ. അപ്പം μ0I/2πr ആയിട്ട് കോമൺ എടുത്തു. ഇവിടെ പൈ ഇല്ലാത്തതുകൊണ്ട് ഒരു പൈ മുകളിൽ ഇട്ട് കൊടുക്കണം, π-1. അപ്പം μ0I/2πr × π-1. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ ഒരെണ്ണേ ഉള്ളൂ. നമുക്കറിയാം ഓപ്ഷൻ 3. അപ്പോൾ 1ൻ്റെ ആൻസർ നമുക്ക്, അല്ലെങ്കിൽ എയുടെ ആൻസർ കിട്ടി 3 ആണ്. അപ്പോൾ μ0I/2πr × π-1. അപ്പോൾ എയുടെ ആൻസർ 3 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് 2ഉം 4ഉം തെറ്റാം. എയുടെ ആൻസർ 3 ആണെന്ന് മനസ്സിലായി. അപ്പോൾ 1 അല്ലെങ്കിൽ 3 ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ ബി ചെക്ക് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി നോക്കുക, ഒരു ഇൻഫിനിറ്റ് കണ്ടക്ടറിൽ കൂടെ കറണ്ട് വരുന്നു അഗെയിൻ, പിന്നെ ഒരു സെമി സർക്കുലാർ ലൂപ്പിൽ കൂടെ പാസ് ചെയ്യുന്നു, വീണ്ടും ഒരു ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ നോക്കിയാൽ ഇവിടുത്തെ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടേഴ്സ് എടുക്കുവാണെങ്കിൽ ഇവിടെ കറണ്ട് ലെഫ്റ്റ് സൈഡിലേക്കും ഇവിടെ കറണ്ട് റൈറ്റ് സൈഡിലേക്കും. അപ്പോൾ അതിൻ്റെ രണ്ടിനും എൻഡ് പോയിന്റിൽ നിന്ന് R ഡിസ്റ്റൻസിലാണ് നമുക്ക് O വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0I/4πr. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ ഒരു എൻഡിൽ നിന്ന് R ഡിസ്റ്റൻസിൽ മാഗ്നറ്റിക് ഫീൽഡ് μ0I/4πr. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് μ0I/4πr, ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ μ0I/4πr. ഇത് നമുക്കറിയാം കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ മാഗ്നറ്റിക് ഫീൽഡ് μ0I/2πr വരും. പിന്നെ നമുക്കൊരു സെമി സർക്കുലാർ ലൂപ്പ് ഉണ്ട്. അപ്പോൾ ആ സെമി സർക്കുലാർ ലൂപ്പിൻ്റെ ഫീൽഡ് എന്തുവാ? μ0I/4r. സർക്കുലാർ ലൂപ്പിൻ്റെ μ0I/2r ആണ്. അപ്പോൾ സെമി സർക്കുലാർ ലൂപ്പിൻ്റെ μ0I/4r. അപ്പോൾ നമുക്കൊരു ഫീൽഡ് μ0I/4r. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നോക്കി, ഇവിടെ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിലാകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡാണ്. ഈ കണ്ടക്ടർ നോക്കി, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ്. അപ്പോൾ രണ്ട് ഫീൽഡുകൾ ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ μ0I/4r പ്ലസ് μ0I/4πr ആയിരുന്നു ഒരാളുടെ, × 2 ഉള്ളത് കൊണ്ട് μ0I/2πr വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു μ0I/4πr കോമൺ ആയിട്ട് എടുത്താൽ μ0I/4πr നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. അപ്പം μ0I/4πr കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ 4r, ഇവിടെ ഒരു പൈ വരും, ഇവിടെ 2 ആണുള്ളത്, അപ്പം മുകളിലൊരു 2 വരും. അപ്പം μ0I/4πr × π+2. അപ്പോൾ ആൻസർ 1 വരും. അപ്പോൾ ബിയുടെ ആൻസർ 1. അപ്പോൾ ബിയുടെ ആൻസർ 1ഉം എയുടെ ആൻസർ 3ഉം ഉള്ള ഒരു ഓപ്ഷനേ ഉള്ളല്ലോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. അപ്പോൾ ബാക്കി നമ്മൾ ചെയ്യണമെന്നില്ല. സിയുടെ ആൻസർ 4ഉം ഡിയുടെ ആൻസർ 2ഉം വരും. അപ്പോൾ സി എടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഈ ഇൻഫിനിറ്റ് കണ്ടക്ടർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് അറ്റ് 0 ആണ്. കാരണം ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ അതിൻ്റെ ആക്സിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. പിന്നെ ഇവിടെ ഒരു സെമി സർക്കുലാർ ആർക്കുണ്ട്, അത് μ0I/4r പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ ഒരു എൻഡിൽ നിന്നുള്ളതാണ്. അപ്പോൾ μ0I/4πr വരും. അപ്പോൾ ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ ഇത് ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ് വരും. ഇവിടെ കറണ്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ്, ഇൻവേർഡ് വരും. ഇപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ μ0I/4r പ്ലസ് μ0I/4πr വരെ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4, സിയുടെ ആൻസർ 4 വരും.
അപ്പോൾ ഡിയുടെ ആൻസർ എടുക്കുമ്പോൾ നോക്കിയാൽ ഈ സ്ട്രേറ്റ് കണ്ടക്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് 0 ആണ്. ബിക്കോസ് O ഈസ് അലോങ് ദി ആക്സിസ് ഓഫ് ദി കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ പിന്നെ ഇവിടെ സെമി സർക്കുലർ ലൂപ്പിൻ്റെ മാത്രമേ ഉള്ളത് μ0I/4R. അപ്പോൾ ഡിയുടെ ആൻസർ 2 വരും. മനസ്സിലായല്ലോ? അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 കിട്ടും. നമുക്ക് അടുത്ത 16ാമത്തെ ചോദ്യം. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. One is labeled as assertion and another is labeled as reason. Assertion: photodiodes are used in forward bias usually for measuring the light intensity. ശരിയാണോ? നമുക്കറിയാം അല്ല. കാരണം എന്തുവാ? ഫോർവേഡ് ബയാസിൽ യൂസ് ചെയ്താൽ ഫോർവേഡ് ബയസിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. പിന്നെ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫ്രീ ചാർജസ് ഉണ്ടായിട്ട് ആ ലൈറ്റിൻ്റെ ഇൻസിഡൻസ് മൂലം ഉണ്ടാവുന്ന കറണ്ട് മെഷർ ചെയ്തിട്ടാണ് അവിടെ നമ്മൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസിൽ ഓൾറെഡി ബയാസിങ് മൂലം കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ കറണ്ട് ഉള്ളത് കൊണ്ട് നമുക്കറിയാം ഈ ലൈറ്റ് ഇൻസിഡൻറ്റ് ടൈമിൽ ഉണ്ടാകുന്ന കറണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. പക്ഷേ റിവേഴ്സ് ബയാസിൽ നമുക്കറിയാം നോർമൽ സിറ്റുവേഷനിൽ റിവേഴ്സ് ബയാസിൽ കറണ്ട് 0 ആയിരുന്നു, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കറണ്ട് 0, വളരെ ചെറിയ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്രീ ചാർജസ് ഉണ്ടായിട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ആ കറണ്ട് എന്ന് പറയുന്നത് മെയിൻലി ഡ്യൂ ടു ദി ഇൻസിഡൻസ് ഓഫ് ദി ലൈറ്റ് ആണ്. ആ കറണ്ട് വെച്ചിട്ടാണ് നമ്മളവിടെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പോൾ അസേഷൻ തെറ്റാണ്. നമ്മൾ ഫോട്ടോ ഡയോഡ് റിവേഴ്സ് ബയാസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഫോർ എ PN ജംഗ്ഷൻ ഡയോഡ് അറ്റ് അപ്ലൈഡ് വോൾട്ടേജ് V, the current in the forward bias is more than the current in the reverse bias for VZ greater than plus or minus V greater than or equal to V0, where V0 is a threshold voltage and VZ is a breakdown voltage. അത് നമുക്കറിയാം, ശരി തന്നെയാണ് അല്ലേ? കാരണം VZ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ കൂടുതലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എങ്കിൽ റിവേഴ്സ് ബയസിൽ ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അപ്ലൈഡ് വോൾട്ടേജ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലും കുറവാണെങ്കിൽ ഫോർവേഡ് ബയസിൻ്റെ കറണ്ടാണ് കൂടുതൽ. അതല്ല V0 എന്ന് പറഞ്ഞാൽ ത്രഷോൾഡ് വോൾട്ടേജ് വരെ നമുക്കറിയാം കറണ്ട് വളരെ കുറവാണ്. കാരണം ഫോർവേഡ് ബയസിലൂടെ പൊട്ടൻഷ്യൽ ബാരിയർ കറണ്ടിൻ്റെ ഫ്ലോയിനെ ഓപ്പോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ത്രഷോൾഡ് വോൾട്ടേജിനും കൂടിയ വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ ഫോർവേഡ് ബയസിൽ അപ്രീഷ്യബിൾ ആയിട്ടുള്ള കറണ്ട് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും ശരിയാണ്. അപ്പം റീസൺ കറക്റ്റാണ്, അസേഷൻ തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ 3 ആ വരുന്നത്. A is false but reason R is true. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. നമുക്ക് അടുത്തത് 17ാമത്തെ ചോദ്യം. എ സോളിനോയിഡ് ഓഫ് 1200 turns is wound uniformly in a single layer on a glass tube 2 meter long and 0.2 meter in diameter. The magnetic intensity at the center of the solenoid when a current of 2 ampere flows through it is. അപ്പോൾ നമുക്ക് സോളിനോയിഡിൻ്റെ ലെങ്ത് 2 മീറ്ററും ഡയമീറ്റർ 0.2 ആണ്. അപ്പോൾ ഡയമീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെങ്ത് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ലോങ് സോളിനോയിഡായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ലോങ് സോളിനോഡ് ആണെങ്കിൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി H is equal to N into I എന്നുള്ള ഇക്വേഷൻ. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് അല്ല ചോദ്യം, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആംപിയർ പെർ മീറ്ററിലാണ്. അപ്പോൾ N into I. N നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ അപ്പോൾ ക്യാപിറ്റൽ N/L into I വരും. ക്യാപിറ്റൽ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എത്രയാണെന്ന് നോക്കി, 1200 ഡിവൈഡ് ബൈ ലെങ്ത് 2 മീറ്റർ. കറണ്ട് എത്രയാണ്? കറണ്ട് 2 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ക്യാൻസൽ ആയി പോയിട്ട് 1200 വരും. 1200 ആംപിയർ പെർ മീറ്റർ ആണ്. അപ്പോൾ ആൻസർ 1.2 into 10⁻³ ആംപിയർ പെർ മീറ്റർ. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. അപ്പോൾ അടുത്ത 18ാമത്തെ ചോദ്യം നോക്കിയാൽ 18ാമത്തെ ചോദ്യം. A uniform metallic wire carries a current of 2 ampere. When 3.4 volt battery is connected across it, the mass of uniform metallic wire is 8.92 into 10⁻³ kilogram. But density and resistivity of the material is given. Length of the wire is. അപ്പോൾ നമുക്ക് കറണ്ട് ഉണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് തമ്മിലുള്ള റിലേഷൻ എന്തുവാ? നമുക്കറിയാം കറണ്ട് I is equal to V/R. അപ്പോൾ R is equal to V/I എന്ന് എഴുതാം. R എന്തുവാ? റെസിസ്റ്റൻസ്. ഓംസ് ലോ അനുസരിച്ച് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു V/I. അപ്പോൾ റെസിസ്റ്റൻസ് നമുക്ക് ρL/A എന്ന് എഴുതാമല്ലോ. അപ്പോൾ റോ ഈസ് റെസിസ്റ്റിവിറ്റി, L ഈസ് ലെങ്ത് ആൻഡ് A ഈസ് ക്രോസ് സെക്ഷണൽ ഏരിയ. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് എന്തോ മാസും ലെങ്ത്തും ആണ്. മാസാണ് തന്നിരിക്കുന്നത്, ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ നമുക്ക് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം ഏരിയ ഇൻറ്റു ലെങ്ത്, ഡെൻസിറ്റി D എന്നെടുക്കും. അപ്പോൾ മാസ് ഓഫ് ദി വയർ ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി, വോളിയം ഏരിയ ഇൻറ്റു ലെങ്ത്, ഡെൻസിറ്റി നമ്മൾ D എന്നെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയയ്ക്ക് പകരം എന്തെഴുതാം? M/L into D എന്ന് എഴുതാം. ഏരിയ ഈസ് ഈക്വൽ ടു M/LD. അപ്പോൾ അതോടെ കൊടുത്താൽ V/I ഈസ് ഈക്വൽ ടു
rho into L divided by ഏരിയയ്ക്ക് പകരം M by LD. അപ്പോൾ എല്ലും കൂടെ വരുന്നുണ്ട് rho L square D by M വരും. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് L square എഴുതാമല്ലോ. ഇതിങ്ങോട്ടുള്ള L square is M into V divided by I into rho D വരും. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാസ് എത്രയാണെന്ന് നോക്കിയാൽ മാസ് ഈസ് 8.92 into 10 raised to minus 3 കിലോഗ്രാം. അപ്പോൾ മാസ് 8.92 into 10 raised to minus 3. വോൾട്ടേജ് അപ്ലൈഡ് എത്രയാണ്? 3.4 ആണ്. ഇൻറ്റു 3.4 ഡിവൈഡഡ് ബൈ കറണ്ട് എത്രയാണെന്ന് നോക്കിയാൽ കറണ്ട് 2 ആംപിയർ ഇൻറ്റു റെസിസ്റ്റിവിറ്റി 1.7 into 10 raised to minus 18 ആണ്. 1.7 into 10 raised to minus 8 18 അല്ല 8 ഇൻറ്റു ഡെൻസിറ്റി നോക്കിയാൽ 8.92 into 10 raised to 3. അപ്പോൾ ഡെൻസിറ്റി 8.92 into 10 raised to 3. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേഷനൊക്കെ എളുപ്പമുണ്ട്. 8.92 8.92 പോയി. 3.4 by 1.72 അപ്പോൾ 2 പോയി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പ്രത്യേകത ഉള്ളതാണ്. നമുക്ക് കാൽക്കുലേഷൻസ് എല്ലാം വളരെ ഈസിയാണ്. മാത്തമാറ്റിക്കൽ സ്റ്റെപ്പൊക്കെ ഇന്നും ഇല്ല. കാരണം നമുക്ക് വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്ന വാല്യൂസ് ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കി ഈ 10ന്റെ പവർ മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ 10 raised to minus 8ഉം 10 raised to 3ഉം ഉണ്ട്. അപ്പോൾ 10 raised to minus 5 വരും. 10 raised to minus 5 10 raised to minus 3 പോയിട്ട് താഴെ 10 raised to minus 2 വരും. അപ്പോൾ അത് മുകളിലോട്ട് വന്നാൽ 100 വരും. അപ്പോൾ L square is equal to 100. So L is equal to root of 100, that is 10 meter വരും. അപ്പോൾ ലെങ്ത് ഓഫ് ദി വയർ എത്ര കിട്ടി? 10 meter കിട്ടി. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഏരിയ തരാത്തതുകൊണ്ട് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനിൽ മാസിലോട്ട് മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നമുക്ക് അറിയാവുന്ന. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 കിട്ടി. അപ്പോൾ അടുത്ത 19ാമത്തെ ചോദ്യം. എ ബൗൾ ഫിൽഡ് വിത്ത് എ വെരി ഹോട്ട് സൂപ്പ് കൂൾസ് ഫ്രം 98 degrees Celsius to 86 degrees Celsius in 2 minutes when the room temperature is 22 degrees Celsius. How long it will take to cool from 75 degrees Celsius to 69 degrees Celsius? നമുക്കറിയാം, നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഇക്വേഷനൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ ടെമ്പറേച്ചർ ഡിഫറൻസ് എടുക്കുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് θ1 മൈനസ് θ2 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു θ മൈനസ് θ0 ഇൻറ്റു ടി. അതാണ് ഇക്വേഷൻ. അപ്പോൾ θ1 മൈനസ് θ2 എന്ന് പറയുന്നത് θ1 ഇനിഷ്യൽ ടെമ്പറേച്ചർ, θ2 ഫൈനൽ ടെമ്പറേച്ചർ. തീറ്റ എന്ന് പറയുന്നത് മീൻ ടെമ്പറേച്ചർ ആണ് അല്ലേ. അതായത് തീറ്റ എന്ന് പറയുന്നത് θ1 പ്ലസ് θ2/2 ആണ്. ഇനിഷ്യൽ ടെമ്പറേച്ചർ θ1, ഫൈനൽ ടെമ്പറേച്ചർ θ2. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് θ1 പ്ലസ് θ2/2 ആണ്. അപ്പോൾ ടി എന്ന് പറയുന്ന ടൈമാണ്. θ1ൽ നിന്ന് θ2ലേക്ക് ടെമ്പറേച്ചർ മാറാനെടുക്കുന്ന സമയമാണ് ആ ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ സിറ്റുവേഷൻ എടുത്താൽ, ഫസ്റ്റ് സിറ്റുവേഷൻ എടുത്താൽ θ1 എന്ന് പറയുന്നത് 98ഉം θ2 എന്ന് പറയുന്നത് 86ഉം. അപ്പം 98 മൈനസ് 86 വരും. ഇപ്പോൾ കെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഒക്കെ നമുക്കറിയാം. അത് ഞാൻ എഴുതുന്നില്ല. അപ്പോൾ അത് ക്യാൻസൽ ആയി പോയിക്കോളും. തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? 98 പ്ലസ് 86 ഡിവൈഡഡ് ബൈ 2. നമ്മൾ ആ മീൻ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ആണ് തീറ്റ മൈനസ് θ0. അപ്പോൾ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തീറ്റ എന്ന് പറയുന്ന θ1 പ്ലസ് θ2/2 എടുക്കണം. മൈനസ് θ0 എത്രയാണ്? 22 വരും. ഇതിൻ്റെ ടൈം നമുക്ക് തന്നിട്ടുണ്ട് 2 minutes. ശരിയല്ലേ. അപ്പോൾ 98 മൈനസ് 86 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 വരും. അപ്പോൾ 12 ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 98 പ്ലസ് 86/2. അപ്പോൾ 98 പ്ലസ് 86 നമുക്കറിയാം 8 പ്ലസ് 6 14, 9 പ്ലസ് 8 17, 17 പ്ലസ് 1 18 വരും. അപ്പോൾ 184 വരും. 184 divided by 2. 184 divided by 2 that it becomes 92. അപ്പോൾ 92. അപ്പോൾ 92 minus 22 70 will come. Therefore 70 into 2. Therefore these 2 and 2 will cancel. So 6 is equal to k into 70. So we got one equation, 6 is equal to k into 70. Thereafter we can go to the second situation. How long will it take to cool from 75 degrees Celsius to 69 degrees Celsius? So here θ1 minus θ2 is 75 minus 69, that is 6. 6 is equal to k into theta is 75 plus 69/2. 75 plus
69 divided by 2 minus 22 into t. T we have to find. So here 75 plus 69 by 2 is 72. 72 minus 22 becomes 50. So 6 is equal to k into k is 6 by 70 into 50 into t. So 10 will cancel, 6 will cancel, therefore t is equal to 7 by 5. 7 by 5 is 1.4. So answer is in minute because initial time is in minute, therefore answer is 1.4 minutes. That's also a direct question because Newton's law of cooling we already solved so many times in the classrooms. So it's also a very simple question. Next we can go to the 20th question. A car moving with a constant speed of 20 meter per second in a circular horizontal track of radius 40 meter. A bob is suspended from the roof of the car by a massless string. The angle made by the string with the vertical will be. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ഹൊറിസോണ്ടൽ സർക്കുലർ പാത്തിൽ പോകുമ്പോൾ ഒരു ആക്സലറേഷൻ ഉണ്ട്. അത് സെൻട്രിപിറ്റൽ ആക്സലേഷൻ ആണ് ബിക്കോസ് സ്പീഡ് ഈസ് കോൺസ്റ്റന്റ്. ആക്സലേഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എ ആണെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ ഈ സ്ട്രിങ് വെർട്ടിക്കലുമായിട്ട് നിൽക്കുന്ന ആംഗിളിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ബൈ ജി. ദാറ്റ് ഈസ് എ ജനറൽ ഇക്വേഷൻ. A is acceleration. Here when the particle is moving in the horizontal direction, acceleration is horizontally towards the center of the circular path. Therefore, acceleration is a centripetal acceleration which is simply v square by r. So tan theta is equal to v square by rg. What about velocity? Velocity is 20 meter per second, that is v square is 400 divided by radius is 40 meter. G is given as 10. Therefore, tan theta is equal to 1. Tan theta is equal to 1 means theta is equal to 45 degree or pi by 4 radian. So, our answer is option 3, pi by 4 radian. Here also, calculations are very easy because v square is 400, rg is 400. So, tan theta is equal to 1 and theta is equal to pi by 4 radian. So, answer is option 3. So, in section B, also very simple questions. അത്ര ഡിഫിക്കൽട്ട് ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. സോ എ റേ ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഫ്രം എയർ ഓൺ എ ഗ്ലാസ് പ്ലേറ്റ് ഹാവിംഗ് തിക്നെസ് √3 centimeter ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2. ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് എ റേ ഈസ് ഈക്വൽ ടു ദി ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ എയർ ഗ്ലാസ് ഇന്റർഫേസ്. ദി ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി റേ വെൻ ഇറ്റ് പാസസ് ത്രൂ ദി പ്ലേറ്റ് ഈസ് ഡാഷ് ഇൻറ്റു 10⁻⁻² centimeter. അപ്പോൾ അവിടെ അത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ. സോ ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാം. കാരണം നമുക്കൊരു ഗ്ലാസ് ലാമ്പ് ഉണ്ട്. അപ്പോൾ ഗ്ലാസ് ലാമ്പിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഈസ് ഈക്വൽ ടു √2 ആണ്. സറൗണ്ടിങ് മീഡിയ എയർ ആണ്. അപ്പോൾ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 എടുക്കാം. അപ്പോൾ ഈ പെയറോ മീഡിയത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ കാണാൻ സൈൻ c ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് 1 by √2. Sin c is 1 by n because one medium is of refractive index 1. So C is equal to 45 degree. So critical angle is 45 degree. So it is given that a light is incident at the glass air interface at an angle of incidence 45 degree. Here angle of incidence I is equal to 45 degree. Here light is traveling from rarer to denser medium. So refracted ray bends away from the normal. And in second refraction, refracted ray bends away from the normal. This is angle of refraction, this is R. Then angle of emergence is also equal to angle of incidence. This is the situation. So here angle of incidence is given. Then from Snell's law we can find angle of refraction. For that we can use n1 sin I is equal to n2 sin R. Here n1 is first medium refractance which is air. Therefore n1 is equal to 1. The sin I is simply sin 45. Sin 45 is 1 by √2. N2 is also given √2 into sin R. So sin R is 1 by √2 that is 1 by 2. So R is equal to 30 degree. So angle of refraction becomes 30 degree. This is the equation. Then we have to find the lateral displacement or lateral shift. We have equation of lateral shift S is equal to T into sin I minus R divided by cos R. I am not going to the derivation of the lateral shift. We have general equation if T is the thickness of the glass slab
I is angle of incidence and R is angle of refraction inside the glass plate. The lateral shift is T into sin I minus R divided by cos R. Thickness of the glass slab is given, which is root 3. Sin I minus R is sin 45 minus 30 sin 15 degree divided by cos R is cos 30. Cos 30 is root 3 by 2. That is equal to root 3 divided by root 3 by 2, 2 മുകളിൽ വരും. Sin 15 degree നമുക്ക് തന്നിട്ടുണ്ട് 0.26. അപ്പോൾ into 0.26. That is root 3 will cancel. 0.26 into 2. That is 0.52 വരും. 0.52 meter. ആ സെൻറ്റിമീറ്ററിലാക്കുമ്പോൾ നമുക്കറിയാം here root 3 centimeter ആണ് അല്ലേ, മീറ്റർ അല്ല സെൻറ്റിമീറ്റർ. അപ്പോൾ root 3 centimeter ആണ്. സോ ആൻസർ ഈസ് in centimeter. That is equal to 52 into 10 raised to minus 2 centimeter. So here answer is 52. ഇവിടെ നമുക്ക് എത്രയാണെന്നാണ് ചോദ്യം. അപ്പം 52 into 10 raised to minus 2 ആണ്. അപ്പോൾ ആൻസർ 52. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ അടുത്തത് 22ാമത്തെ ചോദ്യം. In the given circuit, the equivalent resistance between the terminal A and B is dash ohm. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി കാണണം. വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ നമുക്കറിയാം 4 സീരീസിൽ 8 ഓം വരും. പക്ഷേ ആ 8 ഓമിന് അക്രോസ് ആയിട്ട് ഒരു കണക്റ്റിംഗ് വയറാണ്. നമുക്കറിയാം ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് വെറുതെ എടുത്താൽ 0 ആണ്. അപ്പോൾ കണക്റ്റിംഗ് വയറിൽ നിന്ന് റെസിസ്റ്റൻസ് 0 ആയി എന്ന് പറഞ്ഞാൽ 4 സീരീസിൽ 8 അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അപ്പോൾ ആ റെസിസ്റ്റൻസിന് പകരം ഈ കണക്റ്റിംഗ് വയർ എടുക്കാം. അഗൈൻ നോക്കി, ആ കണക്റ്റിംഗ് വയർ ഇവിടെ 2 ഓമിന് അക്രോസ് ആണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ 4, 8, 2 ഓം അവരുടെ കോമ്പിനേഷൻസ് ഷോർട്ട് സർക്യൂട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഈ 3 പേർക്കും കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്, കറണ്ട് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 ഓമിനെ എടുത്ത് ഡയറക്റ്റ് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ സർക്യൂട്ട് ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു 3 ഓം റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു 2 ഓം റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു 2 ഓം റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു 6 ഓം റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ കണക്ഷൻ ഇങ്ങനെ വരും. കാരണം എന്തുവാ, ഈ 3 റെസിസ്റ്റൻസുകൾ ഷോർട്ട് സർക്യൂട്ടാണ്. അപ്പോൾ ഇവിടെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. ഈ പോയിന്റ് എടുത്ത് ഡയറക്റ്റ് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നോക്കിയാൽ 2 ഉം 2 എങ്ങനെയാണ്, പാരലലാണ്. അപ്പോൾ 2 ഉം 2 പാരലലാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്, 1 ആണ്. അപ്പോൾ നോക്കിയാൽ 1ഉം 3ഉം 6ഉം സീരീസിൽ. അപ്പോൾ 6 + 1 + 3 ആൻസർ എത്രയാണ് വരുന്നത്, 10 ഓം വരും. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു 10 ഓം. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് കിട്ടുന്നത്, 10 ആണ് വരുന്നത്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുമ്പോൾ ഷോർട്ട് സർക്യൂട്ടിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾ നമുക്ക് അറിയാവുന്നതാണ്. അത്രയോ. അപ്പോൾ ദാറ്റ് ഷോൺ ഇൻ ദ ഫിഗർ. ഇൻ ആൻ എക്സ്പെരിമെന്റ് ടു ഡിറ്റർമൈൻ യങ്സ് മോഡുലസ് ഓഫ് എ വയർ, ദി എക്സ്റ്റൻഷൻ ലോഡ് കർവ് ഈസ് പ്ലോട്ടഡ്. The curve is a straight line passing through the origin and makes an angle of 45 degree with the load axis. The length of the wire is 62.8 cm and diameter is 4 mm. The Young's modulus is found to be x into 10 raised to 4 Newton per meter square. The value of x is. അപ്പോൾ നോക്കിയാൽ നമുക്ക് സിമ്പിളാണ്. ഇവിടെ എക്സ്റ്റൻഷൻ ലോഡ് ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് 45 ഡിഗ്രിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ എക്സ്റ്റൻഷൻ ഇവിടെ ഡെൽറ്റ എൽ എന്നെടുക്കാം, ഡിവൈഡഡ് ബൈ ലോഡ് എഫ് എന്നെടുക്കാം. അപ്പോൾ അത് 1 അല്ലേ വരുന്നത്. ഇപ്പോൾ സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് എടുക്കുമ്പം ഇവിടെ ടാൻ തീറ്റ അത് 45 ഡിഗ്രി ആയതുകൊണ്ട് സ്ലോപ്പ് 1 ആണ്. ഇപ്പോൾ സ്ലോപ്പ് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ അപ്ലൈഡ് ഫോഴ്സ് എഫ് ആണ്. അപ്പോൾ ഡെൽറ്റ എൽ ബൈ എഫ് ഈസിൽ ടാൻ 45 ആണ് സ്ലോപ്പ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നമുക്ക് യങ്സ് മോഡുലസ് കണ്ടുപിടിക്കണം. അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ അറിയാലോ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ, സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ. അപ്പോൾ നമുക്ക് എഫ് ബൈ ഡെൽറ്റ എൽ 1 ആണ്, ഡെൽറ്റ എൽ ബൈ എഫ് 1 ആണ്. അപ്പോൾ എഫ് ബൈ ഡെൽറ്റ എൽ 1 ആണ്. അപ്പോൾ എഫ് ബൈ ഡെൽറ്റ എൽ 1 ആയതുകൊണ്ട് എൽ ബൈ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ലെങ്ത് എത്രയാണെന്ന് നോക്കിയേ, ലെങ്ത് 62.8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 62.8 ഇൻറ്റു 10 raised to -2 വരും. ഏരിയ കാണുമ്പോൾ ഡയമീറ്റർ 4 mm ആണ്. അപ്പോൾ റേഡിയസ് 2 mm ആണ്. അപ്പോൾ ഏരിയ കാണാൻ πr² എടുത്താൽ മതി. r 2 mm ആണ്. അപ്പോൾ r² നമുക്ക് 4 വരും. അപ്പോൾ ഇൻറ്റു 10 raised to -6 മില്ലിമീറ്ററിനെ മീറ്റർ സ്ക്വയർ ആക്കുമ്പം 10 raised to -6 വരും. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്താൽ
62.8 divided by pi. Pi നമുക്കറിയാം 3.14 ആണ്. അപ്പോൾ 6.28 divided by 3.142 വരും. അപ്പോൾ ഇവിടെ 20 വരും. അപ്പോൾ 20/4 നമുക്ക് 5 വരും. അപ്പോൾ that is equal to 10 raised to minus 2 by 10 raised to minus 6. താഴെ 10 raised to minus 4 വരും. So 5 into 10 raised to 4. അപ്പോൾ ആൻസർ നമുക്ക് x into 10 raised to 4 ആണെങ്കിൽ x എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ x എത്ര കിട്ടി? 5 കിട്ടി. അപ്പോൾ ആൻസർ 5. അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് എടുക്കുക. എഫ് ബൈ ഡെൽറ്റ ആയുള്ള ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആണത് 1 എന്ന് കിട്ടി. അത്രേ ഉള്ളൂ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത 24ാമത്തെ ചോദ്യം. An object of mass m is initially at a rest on a smooth horizontal plane starts moving under the action of force F is 2 Newton. In the process of its linear motion, the angle theta between the direction of force and horizontal varies as theta is equal to kx, where k is a constant and x is the distance covered by the object from its initial position. The expression of kinetic energy of the object will be equal to n by k sin theta, the value of n is. നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യനോട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം നമ്മൾ മുമ്പേ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ഒരു റയപ്റ്റിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും വലിയ കുഴപ്പമില്ല, ലാറ്ററൽ ഷിഫ്റ്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കണ്ടീഷനോട് അതിൽ നിന്നൊരു ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ അതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ നമുക്കിതൊരു നല്ല ക്വസ്റ്റ്യനാണ്, വലിയ പാടൊന്നുമില്ല, പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ ഇടത്തുള്ള ഒരു ഫോഴ്സ് ഇവിടെ ഒരു തീറ്റ ആംഗിൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ അപ്ലൈഡ് ഫോഴ്സ് തീറ്റ ആംഗിളിലാണ്, പക്ഷെ ആ തീറ്റ വേരിയബിൾ ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഫോഴ്സിനെ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്താൽ ഈ ആംഗിൾ തീറ്റ, ഇത് എഫ് കോസ് തീറ്റ വരും, അടുത്ത കോമ്പണൻ്റ് എഫ് സൈൻ തീറ്റ വരും. പിന്നെ അതിൻ്റെ വെയിറ്റും നോർമൽ ഫോഴ്സും ഈ എഫ് സൈൻ തീറ്റയും കൂടെ ബാലൻസ്ഡ് ആയിരിക്കും. അത് നമ്മൾ ഈ സർവസിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. കാരണം അവിടെ സ്മൂത്ത് ഹൊറിസോണ്ടൽ സർവസ് ആണ്, ഫ്രിക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ സർവസിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, അത് 0 ആയിട്ട് മാറും. പിന്നെ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഒരു കോമ്പണൻ്റ് മാത്രമേ ഇവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫോഴ്സ് നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് അതിൽ ആക്ട് ചെയ്യുന്നത് എഫ് കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് പ്രശ്നം എന്തുവാ, ഇവിടെ തീറ്റ എന്ന് പറയുന്ന വേരിയബിളാണ്, തീറ്റ കെ എക്സ് ആണ്, വേറെ എക്സ് ഈസ് ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് കോസ് തീറ്റയ്ക്ക് പകരം കോസ് കെ എക്സ് എന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എഫ് ഈസ് ഇക്വൽ ടു അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ഈസ് എഫ് കോസ് തീറ്റ. അപ്പോൾ അതിന് നമുക്ക് മാസ് ഇൻറ്റു ആക്സലേഷനോട് ഇക്വേറ്റ്, അപ്പോൾ എം ഇൻറ്റു എ. അപ്പോൾ എക്ക് നമുക്ക് ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം, ആക്സലേഷൻ ഡി വി ബൈ ഡി ടി, ദാറ്റ് ഈസ് എഫ് ഇൻറ്റു കോസ് കെ എക്സ്. പക്ഷെ നമുക്കറിയാം ഫോഴ്സ് എക്സിൻ്റെ ടേംസിലല്ലേ തന്നേക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ഡി ടി കളഞ്ഞിട്ട് എക്സിൻ്റെ ടേംസിലോട്ട് മാറ്റുവാണെങ്കിൽ എളുപ്പമുണ്ട് നമുക്കറിയാം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഡി വി ബൈ ഡി ടിക്ക് പകരം ഇപ്പോൾ ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം, ദാറ്റ് ഈസ് എഫ് ഇൻറ്റു കോസ് കെ എക്സ്. ഡി എക്സ് ബൈ ഡി ടി എന്തുവാ, വെലോസിറ്റി വി ആണ്. അപ്പോൾ എം ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി വി ആണ്, ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈസ് ഇക്വൽ ടു എഫ് കോസ് കെ എക്സ്. ഡി എക്സ് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ എഫ് കോസ് കെ എക്സ് ഇൻറ്റു ഡി എക്സ് വരും. ശരിയല്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഇക്വേഷൻ. ഇനി എഫിൻ്റെ വാല്യൂ നമുക്ക് 2 ന്യൂട്ടൺ തന്നിട്ടുണ്ട്, അവിടെ എഫിന് 2 ന്യൂട്ടൺ കൊടുക്കാം. അപ്പോൾ എം വി ഡി വി ഇസ് ഇക്വൽ ടു എഫ് കോസ് കെ എക്സ് ഡി എക്സ്. ഇനി ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്, വൺ ഒബ്ജക്റ്റ് ഓഫ് മാസ് എം ഇനിഷ്യലി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണ്, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിതിനെ ഇൻറ്റിഗ്രേഷൻ നടത്തിയാൽ മതി. മാസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വെളിയിലെടുക്കാം. ഇൻറ്റിഗ്രൽ വി ഡി വി ഫ്രം 0 to v ആണ്, കാരണം ഇനിഷ്യൽ വെലോസിറ്റി 0. എഫ് കോൺസ്റ്റൻ്റ് 2 ആണ്, ഇൻറ്റു ഇൻറ്റിഗ്രൽ കോസ് കെ എക്സ് ഡി എക്സ് ഫ്രം 0 to x. അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റൻസ് ട്രാവൽഡ് എക്സ് 0 ആണ്, അപ്പോൾ ഫ്രം 0 to x കൊടുക്കാം. ഇൻറ്റിഗ്രൽ വി ഡി വി എന്തുവാ, വി സ്ക്വയർ ബൈ 2 ആണ്. ലിമിറ്റ് കൊടുക്കുമ്പം ഇനിഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് വി സ്ക്വയർ ബൈ 2 തന്നെ വരും. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് കെ എക്സിൻ്റെ ഡിഫറൻഷ്യൽ നമുക്കറിയാം സൈൻ കെ എക്സ് ആണ്, ഡിവൈഡഡ് ബൈ കെ വരും, നമുക്കറിയാവുന്ന സൈൻ കെ എക്സ് ആണ്. പിന്നെ എക്സിൻ്റെ കോഷ്യൻ്റെ കെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അപ്പോൾ സൈൻ കെ എക്സ് ഡിവൈഡഡ് ബൈ കെ ഫ്രം 0 to x വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 by k ഇൻറ്റു സൈൻ കെ എക്സ്. ആദ്യം എക്സിന് എക്സ് തന്നെ കൊടുക്കണം, സൈൻ കെ എക്സ്, മൈനസ് എക്സിന് 0 കൊടുക്കുമ്പോൾ സൈൻ 0 വരും, സൈൻ 0 0 അപ്പോൾ ഹാഫ് എം ബി സ്ക്വയർ ഈസ് 2 by k ഇൻറ്റു സൈൻ കെ എക്സ് വരും. ഈ ഹാഫ് എം ബി സ്ക്വയർ എന്തുവാ, കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 2 by k ഇൻറ്റു സൈൻ കെ എക്സ്.
സൈൻ കെ എക്സ് ആണ് നമുക്ക് തീറ്റ തന്നിരിക്കുന്നത്. അപ്പോൾ 2/k ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു n/k ഇൻറ്റു സൈൻ തീറ്റ എന്നുള്ള. അപ്പോൾ n എത്രയാണ്? അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്ന 2 ആണ്. അപ്പോൾ ആൻസർ 2 വരും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഇവിടെ ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ല, വേരിയബിൾ ആണ്. കാരണം ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈനറ്റിക് എനർജി വെലോസിറ്റി കാണാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? ഇൻറ്റഗ്രേഷൻ നടത്തേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. The wavelength of the radiation emitted is lambda 0 when an electron jumps from the second excited state to the first excited state of hydrogen atom. If the electron jumps from the third excited state to the second orbit of the hydrogen atom, the wavelength of radiation emitted will be 20 lambda 0 by x, the value of x is. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുന്നു. അപ്പോൾ ഇലക്ട്രോൺ ഇവിടെ ഒരു N1 നിന്ന് N2 ട്രാൻസിഷൻ നടത്തിയെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. റേഡിയേഷൻ്റെ വേവ് ലെങ്ത് ലാംഡ. അപ്പോൾ N1 നിന്ന് N2 പോയെന്ന് വിചാരിച്ചാൽ ലാംഡയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിഡ്ബാർഡ്സ് കോൺസ്റ്റന്റ് 6 ആണെങ്കിൽ 1/1 ലാംഡ ആണ് അല്ലേ. നമ്മൾ 1 ലാംഡയുടെ ഇക്വേഷൻ ആകുമ്പോൾ എളുപ്പമുണ്ട്. 1 ലാംഡ ഈസ് ഈക്വൽ ടു R ഇൻറ്റു N1 N2 ആണ് നമുക്ക് തരുന്നതെങ്കിൽ 1/N2 സ്ക്വയർ മൈനസ് 1/N1 സ്ക്വയർ വരും. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കുകയും ഇലക്ട്രോൺ ജംപ്സ് ഫ്രം സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തേർഡ് സ്റ്റേറ്റാണ്. അത് മാറിപ്പോയിക്കരുത്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തേർഡ് സ്റ്റേറ്റാണ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? സെക്കൻഡ് സ്റ്റേറ്റാണ്. അപ്പോൾ ഇവിടെ N1 എന്ന് പറയുന്ന 3ഉം N2 എന്ന് പറയുന്ന 2 ആണ്. അപ്പോൾ വേവ് ലെങ്ത് ലാംഡ 0. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എടുത്താൽ 1 ലാംഡ 0 ഈസിലോ R ഇൻറ്റു N2 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? സെക്കൻഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ 1/2 സ്ക്വയർ 1/4. N1 എന്ന് പറയുന്ന തേർഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ 1/3 സ്ക്വയർ 9 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു 9 ഇൻറ്റു 4 36. 9 മൈനസ് 4 5 വരും. So 1 lambda 0 is 5 R by 36. That is the first equation. This can be taken as equation 1. Thereafter, in the electron jumps from third excited state. Third excited state means fourth state. To the second orbit. Second orbit means second state. So, in the second case, if lambda is a wavelength, then 1 lambda is R into. Instead of N2, the electron makes transition to the second orbit. Therefore, N2 is again 2. So, 1/4 minus fourth excited state. Therefore, N1 is 4. 4 square is 16. That is equal to R into 16. Here 4 minus 1 3. This is equation 2. So, just to take the ratio, equation 1/2 gives 1 lambda 0 divided by 1 lambda, that is lambda by lambda 0. Here R will cancel. So 5/36 divided by 3/16. That is equal to 20 lambda 0 by x is lambda. Then we have to find x. So we can rearrange this one. Here 4 is taken as common value. 16/4 is 4. 36/4 is 9. So 5 into 4 20 divided by 27. So lambda is equal to 20/27 lambda 0. That is 27 by x lambda 0. Though, so x is simply 27. This is also a simple question because we already know the equations of wavelength when electron makes transition from higher state to lower state. That's all. So we can go to the 26th question. ICM is a moment of inertia of a circular disk about an axis passing through its center of mass and perpendicular to the plane of the disk. ഇവിടെ ഒരു സർക്കുലർ ഡിസ്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് സെൻറ്റർ ഓഫ് മാസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മാസ് എമ്മും റേഡിയസ് ആറും ആണെങ്കിൽ mr²/2 ആണ്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ യൂണിഫോം സർക്കുലർ ഡിസ്ക് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് അല്ലെങ്കിൽ അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ആൻഡ് സെൻറ്റർ mr²/2 ഡയറക്റ്റ് അറിയാം.
IAB is the moment of inertia about an axis AB perpendicular to the plane and parallel to axis CM at a distance 2/3 r from center, where r is the radius of the disc. The ratio of IAB and ICM is x is to 9, the value of x is. അപ്പോൾ നമുക്ക് ഇവിടെ എ ബി എന്ന് പറഞ്ഞ ആക്സിസ് സെൻട്രോമാസിൽ കൂടെയുള്ള ആക്സിസിന് പാരലലാണ് അവിടുത്തെ 2/3 r. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ആക്സിസുകളുണ്ട്, ഒന്ന് സെൻട്രോമാസിൽ കൂടെ അടുത്തത് അതിന് പാരലലുമാണ്. So from parallel axis theorem we can find the moment of inertia IAB as ICM divided by mr square. That is the equation. ICM is simply mr square by 2 plus m into r is the perpendicular distance between the two axes. Here it is 2r by 3. So r square becomes 4r square divided by 3 square 9. That is equal to mr square into, here we have 18, 9 into 2 18. Here 9 plus 4 into 2 8. 9 plus 8 is 17. So 17 by 8 mr square. We have to take the ratio of the moments of inertia, that is IAB divided by ICM. Mr square will cancel. So in IAB we have 17 by 18 divided by 1 by 2, that is into 2. That is 17 divided by 9. So the value of ratio is x is to 9. Then here x is simply 17. We got the answer as ratio as 17 by 9. So ratio is 17 is to 9. So if it is x is to 9, then x is definitely as 17. So our answer is 17. This is 27th question. The distance between two consecutive points with a phase reference of 60 degree in a wave of frequency 500 Hz is 6 meter. The velocity with which wave traveling is dash kilometer per second. സിമ്പിളാണ്. ഒരു വേവ് പ്രൊപ്പഗേഷൻ നടക്കുന്ന സമയത്ത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു 2π by lambda into path difference delta x. That is the relation. Here delta phi, phase difference between two points is 60 degree. That is pi by 3. So delta phi is pi by 3 radian. That is 2π by lambda into delta x is 6 meter into 6. Therefore this pi will cancel. Therefore lambda is equal to 6 into 6, 36 meter. So wavelength of the wave is 36 meter. We have to find the velocity of the wave. Frequency is given. Therefore velocity v is simply nu lambda. Nu is 500 Hz into 36. 5 into 36 is 80. So we have to convert into kilometer per second. Here we are getting answer as meter per second. So 5 into 36 180. So 1800 meter per second. Therefore that is equal to 18 into 10 raised to 3 meter per second, or that is equal to 18 kilometer per second. So our answer is 18 kilometer per second is the answer. So we can go to the 28th question. A uniform electric field of 10 Newton per coulomb is created between two parallel charged plates as shown. An electron enters the field symmetrically between the plates with a kinetic energy 0.5 electron volt. The length of each plate is 10 cm. The angle theta of the deviation of the path of electron as it comes out of the field in degree is. ഇവിടെ നമുക്കൊരു ഇലക്ട്രോൺ ഉണ്ട്, അതിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ അതൊരു യു വെലോസിറ്റിയിൽ ഇവിടെ എൻ്റർ ചെയ്യുന്നു. നമുക്കറിയാം ഇലക്ട്രോൺ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് ഡിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ ഇതൊരു കർവ്ഡ് പാത്തിൽ ഇവിടെ വരും. ഇവിടെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ടാൻജൻഷ്യലാണ്. ഇത് ഫൈനൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അപ്പോൾ അത് തീറ്റ ആംഗിൾ വിത്ത് ഇനിഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ഇനിഷ്യൽ വെലോസിറ്റി ഹൊറിസോണ്ടലാണ്. അപ്പോൾ ആ ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ട് ഫൈനൽ വെലോസിറ്റി ഉണ്ടാക്കുന്ന ആംഗിളാണ് ഡീവിയേഷൻ. Angle of deviation is the angle between the direction of initial velocity and the final velocity. To write down the equation, we can take this is x-axis and this is y-axis. So initial velocity of the particle is along the x direction, because initially velocity is parallel to the plates.
Therefore, initial velocity along the x direction we can write u, and initial velocity along the y direction is 0. But ux is u and uy is 0 because initially velocity is along the x direction. So, if we consider the acceleration of the particle, there is an electric field from positive to negative plate. So, this electric field produces the force. For the electron, this electric field force is opposite to the direction of electric field, that is in the upward direction. That is why electron is deflected in the upward direction. Therefore, here acceleration along the x direction is 0 because electric field downward ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ആക്സലേഷൻ വരുന്നത്, അത് y ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആക്സലേഷൻ കാണാൻ ഫോഴ്സ് ബൈ മാസ്, ഫോഴ്സ് ക്യു ഇ ആണ്, ക്യു ഇ ബൈ എം, ക്യു ഇലക്ട്രോണിൻ്റെ ചാർജ് ആണ് പി ഇ ബൈ എം. അപ്പോൾ ആക്സലേഷൻ ഇസ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ വിച്ച് ഈസ് വെർട്ടിക്കലി അപ്വേർഡ്, ദാറ്റ് ഈസ് ഇ ഇ ബൈ എം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കറിയാം ഹൊറിസോണ്ടൽ വെലോസിറ്റി ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ചാർജ് ഇവിടെ വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ആ സമയത്ത് ഇതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് അലോങ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് പറയുന്ന ഈ പ്ലേറ്റിൻ്റെ ലെങ്ത് ആണ്, അത് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് കാണാൻ യു ഇൻറ്റു ടി എന്നെടുക്കാം, ഓർ ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ യു എന്നെടുക്കാം. ഇതാണ് നമ്മളിവിടെ ഫൈനൽ പൊസിഷനിൽ ഇവിടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്, അതിന് പെർപെൻഡിക്കുലറായിട്ട് വൈ ഡയറക്ഷനിലും വെലോസിറ്റി ഉണ്ട്. ഇത് വി എക്സ്, ഇത് വി വൈ എന്ന് വിചാരിക്കാം. വി എക്സ് നമുക്കറിയാം യു തന്നെയാണ്, കാരണം എന്തുവാ, ഹൊറിസോണ്ടൽ ഓർ എക്സ് അലോങ് ദി എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, കാരണം ആ ഡയറക്ഷനിൽ ഫോഴ്സ് ഒന്നുമില്ല, അത് ഇനിഷ്യൽ വെലോസിറ്റി യു തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് എക്സ് ഈസിക്കൽ യു ടി, ടി ഈസിക്കൽ ടു എക്സ് ബൈ യു എന്ന് എഴുതാൻ പറ്റിയേ. പക്ഷേ വെർട്ടിക്കൽ വെലോസിറ്റി എടുക്കുമ്പോൾ അല്ലെങ്കിൽ വൈ ഡയറക്ഷണൽ വെലോസിറ്റി എടുക്കുമ്പോൾ എ വൈ ഉണ്ട്, യു വൈ 0 അപ്പോൾ നമുക്കറിയാം എ വൈ ഇൻറ്റു ടി ആണ് ഇക്വേഷൻ. എ വൈ എന്ന് പറയുന്നത് ഇ ഇ ബൈ എം ആണ്, ടി എന്ന് പറയുന്നത് നമുക്ക് എക്സ് ബൈ യു എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വി വൈ കിട്ടി. അപ്പോൾ ഫൈനൽ പോയിന്റിലെ വെലോസിറ്റി അലോങ് ദി എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും കിട്ടി. അപ്പോൾ നോക്കിയാൽ ഇനിഷ്യൽ വെലോസിറ്റി അലോങ് ദി എക്സ് ഡയറക്ഷൻ, അതും ഫൈനൽ വെലോസിറ്റി നമ്മൾ ആംഗിൾ തീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ അനുസരിച്ച് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു വി വൈ ബൈ വി എക്സ് എന്ന് എഴുതാൻ മേലെ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു വി വൈ ബൈ വി എക്സ്. വി വൈക്ക് പകരം നമുക്ക് ഇ എക്സ് ബൈ എം യു കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എം യു ഡിവൈഡഡ് ബൈ ഒരു യുവും കൂടെ ഉണ്ട്, അപ്പോൾ എം യു സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിച്ചാൽ ആൻസർ കിട്ടും. ഇ ഇൻറ്റു ഇലക്ട്രോണിൻ്റെ ചാർജ് തൽക്കാലം നമുക്ക് അവിടെ തന്നെ ഇടാം. ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട് 10 ന്യൂട്ടൺ പെർ കൂളംബ്, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് പകരം 10 ഇടാം. എക്സിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് ലീവ് ചെയ്യുമ്പോൾ പ്ലേറ്റിൻ്റെ ലെങ്ത് ആണത് 10 × 10⁻². ഇനി എം യു സ്ക്വയർ എന്ന് പറയുന്നത് എന്തുവാ, കൈനറ്റിക് എനർജിയുടെ ട്വൈസ് അല്ലേ. നമുക്ക് കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്, കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു എം യു സ്ക്വയർ ബൈ 2. സോ എം യു സ്ക്വയർ ഈസ് 2 times കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി 0.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്, അതിനെ ജൂളിലോട്ട് മാറണം. അപ്പോൾ എം യു സ്ക്വയറിന് പകരം 2 × കൈനറ്റിക് എനർജി, അതിനെ ഇലക്ട്രോൺ വോൾട്ടിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 1.6 × 10⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അത് ഈ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് 2 × കൈനറ്റിക് എനർജി 0.5 ഇലക്ട്രോൺ വോൾട്ടിനെ നമ്മൾ ജൂളിലോട്ട് മാറ്റി, അപ്പോൾ ഇൻറ്റു ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ കോമൺ ആയതുകൊണ്ട് ക്യാൻസലായി പോകും. 0.5 × 2 1 ആണ്. That is equal to 100 × 10⁻², that is 1 വരും. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1. ടാൻ തീറ്റ 1 ആണെങ്കിൽ നമുക്കറിയാം തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്, 45. അപ്പോൾ ആൻസർ ഡീവിയേഷൻ ഡിഗ്രിയിലാണ് ചോദ്യം, അപ്പോൾ 45 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത 29ാമത്തെ ചോദ്യം. ആൻ LCR സീരീസ് സർക്യൂട്ട് ഓഫ് കപ്പാസിറ്റൻസ് 62.5 നാനോഫാരഡ് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് 50 ohm is connected to an AC source of frequency 2 kHz. For maximum value of amplitude of current in the circuit, the value of inductance is. നമുക്കറിയാം മാക്സിമം വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് വരുന്ന എപ്പോഴാണ്, റെസണൻസിലാണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെസണൻസ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി ഉണ്ട് 2 kHz, അത് റെസണൻസ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ആ റെസണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാലോ, അത് 1/2π√LC ആണ്. അപ്പോൾ അതിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടി, നമുക്ക് വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് ആണ് കാണുക, അപ്പോൾ അതിനെ ഒന്ന് സ്ക്വയർ ചെയ്യാം. അപ്പോൾ F² ഈസ് ഈക്വൽ ടു 1/4π² × LC വരും. അപ്പോൾ നമുക്ക് L ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ L ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 1/4π² C × F വരും.
4 into pi square നമുക്ക് 10 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ pi square approximately 10 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ കപ്പാസിറ്റൻസ് എത്രയാണ്? 62.5 നാനോ ഫാരഡ്. അപ്പോൾ 62.5 into 10⁻⁻⁹. ഫ്രീക്വൻസി എത്ര? 2 കിലോഹെർട്സ് ആണ്. അപ്പോൾ 2 into 10⁻³ വരും. ശരിയല്ലേ? 62.5 ഇൻറ്റു ഇവിടെ 4 into 2 8 വരും അല്ലേ? 4 into 2 നമുക്ക് 8 ആണ്. അപ്പോൾ 8 into 62.5 വരും. പിന്നെ 10⁻⁻⁹ into 10⁻³. അപ്പോൾ അത് 10⁻⁻�6. അപ്പോൾ 10⁻⁻6 വരുമ്പം 10⁻⁻6 മുകൾ 10⁻⁻6 പിന്നെ ഇവിടെ 10 to 10 10⁻⁻5. അപ്പോൾ 10⁻5 വരും. ശരിയല്ലേ? അപ്പോൾ 10⁻5 ഡിവൈഡഡ് ബൈ 4 pi square സി നാനോ ഫാരഡ്. അപ്പോൾ 10⁻⁻⁹ ശരിയാണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 കിലോഹെർട്സ് ആണ്. അപ്പോൾ 2 കിലോഹെർട്സിൻ്റെ സ്ക്വയർ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഞാനവിടെ എഫ് സ്ക്വയർ എഴുതിയില്ല. അപ്പോൾ അവിടെ എഫ് സ്ക്വയർ ആയിരുന്നു. അത് മാറിപ്പോയതല്ലേ? സോറി. അപ്പോൾ അവിടെ എഫ് സ്ക്വയർ എടുക്കുമ്പോൾ എത്ര വരും? എഫ് 2 കിലോഹെർട്സ് ആണ്. അപ്പോൾ 2 സ്ക്വയർ 4 ആണ്. കിലോഹെർട്സിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ കിലോ 10⁻³ സ്ക്വയർ 10⁻6 വരും. അപ്പോൾ അതാണ് നമുക്ക് അവിടെ മാറിപ്പോയത്. അപ്പോൾ അവിടെ എഫ് സ്ക്വയർ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 10⁻⁻1 എന്ന് കിട്ടും. അപ്പോൾ 10⁻⁻1 ഹെൻറി അത് മില്ലി ഹെൻറിയിലോട്ട് മാറ്റണം. അപ്പോൾ നമുക്കത് 100 into 10⁻⁻³ ഹെൻറി എന്നാക്കാലോ. അപ്പോൾ 100 മില്ലി ഹെൻറി എന്ന് വരും. അപ്പോൾ ആൻസർ 100. അപ്പോൾ സിമ്പിളാണ്. റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എടുക്കുക. അപ്പോൾ അതിനകത്ത് ഫ്രീക്വൻസി ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ വെക്ടർ പി ആൻഡ് വെക്ടർ ക്യൂ ആർ ഗിവൺ. ദാറ്റ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പി ക്രോസ് ക്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പി ക്രോസ് ക്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ പി ക്രോസ് ക്യൂ കാണാൻ അറിയാലോ. അപ്പോൾ പി ക്രോസ് ക്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ദ ഡിറ്റർമിനന്റ് ഓഫ് ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ്. പിയുടെ വാല്യൂ സാധ്യത എഴുതുക. പിയുടെ എക്സിൻ്റെ വാല്യൂ 3 ആണ്. വൈ കോമ്പണന്റ് √3 ആണ്. ഇസഡ് കോമ്പണന്റ് 2 ആണ്. താഴെ അടുത്തത് ക്യൂവിൻ്റെ എഴുതണം 4 √3 ആൻഡ് 2.5. അപ്പോൾ അതിനാ നമുക്ക് പി ക്രോസ് ക്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു ഐ ക്യാപ് ഇൻറ്റു, അപ്പോൾ ഐ ക്യാപ്പിൻ്റെ റോയും കോളങ്ങൾ 2.5 into √3 മൈനസ് 2 √3 മൈനസ് ജെ ക്യാപ് ഇൻറ്റു, ജെ ക്യാപ്പിൻ്റെ റോയും കോളങ്ങൾ 2.5 into 3 മൈനസ് 4 into 2 8 പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു ഇവിടെ 3 √3 മൈനസ് 4 √3. ശരിയല്ലേ? കെ ക്യാപ്പിൻ്റെ റോയും കോളം കളഞ്ഞാൽ 3 into √3 മൈനസ് 4 into √3. ദാറ്റ് ഈസ് ഇക്വൽ ടു ഐ ക്യാപ്പ് ഇൻറ്റു 2.5 √3 മൈനസ് 2 √3 0.5 √3. അപ്പോൾ ഐ ക്യാപ്പ് ഇൻറ്റു 0.5 √3 3 into 2.5 7.5 മൈനസ് 8 മൈനസ് 0.5 മൈനസോ മൈനസ് പ്ലസ് 0.5 ജെ ക്യാപ് പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു 3 √3 മൈനസ് 4 √3 മൈനസ് √3 വരും. മൈനസ് √3 ഇൻറ്റു കെ ക്യാപ്. ദിസ് ഈസ് എ പി ക്രോസ് ക്യൂ. സോ ഇഫ് യു റീഅറേഞ്ച് ദിസ് വൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 into √3 I cap plus j cap. Here there is no 0.5. Therefore we can multiply with a 1 by 0.5 or 2. So minus 2 √3 k cap. This is a vector p cross q. So to find unit vector along the direction of p cross q, just divide this p cross q divided by its magnitude. So magnitude of p cross q is equal to 0.5 into root of ax square. Ax square means √3 square 3 plus 1 square plus 2 square 4 into √3 square 3. That is 0.5 into 4 into 3 12, 12 plus 1 13, 13 plus 3 16, per √16 is 4. That is equal to 2. So
if we consider a unit vector along the direction of this P cross Q, divide vector with the magnitude. Vector is 0.5 into root 3 I cap plus j cap minus 2 root 3 k cap divided by magnitude is 2. Here 0.5 by 2, 0.5 by 2 is 1 by 4. So 0.5 by 2 can be written as 1 by 4. So if we compare it with the answer, 1 by x into root 3 I cap plus j cap minus 2 root 3 cap is common. Therefore, x is equal to 4. So our answer is 4. Okay, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്തുവാ, മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു 4-5 ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻ ഉള്ളൂ. ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ്. കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അടുത്ത എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഡിസ്കഷനൊക്കെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്തിട്ടൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. നമ്മൾ അടുത്ത വർഷങ്ങളിലും ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വരാം. അപ്പോൾ ഏത് എക്സാം ആണെങ്കിലും മനസ്സിലാക്കുക, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ആവറേജ് ക്വസ്റ്റ്യൻസും ആയിരിക്കും മിക്കവാറും കൂടുതൽ. അപ്പോൾ എനിവേ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ നോക്കി അതൊക്കെ അനുസരിച്ച് നന്നായിട്ടൊക്കെ എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.